നമസ്കാരം. നിഷ് ഓൺലൈൻ ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെമിനാർ നിഡാസിന്റെ 81ാം പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് സംഗീത. ഞാൻ നിഷിലെ ഫാക്കൽറ്റിയും ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റുമാണ്. ഇന്നത്തെ ഈ നിഡാസ് സെഷന്റെ മോഡറേറ്ററാണ്. നിഷും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി 2015 മുതൽ നടത്തിവരുന്ന ഭിന്നശേഷി അവബോധ പരിപാടിയാണ്. വിവിധ തരത്തിലുള്ള ഭിന്നശേഷിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് നിഡാസ് കൈകാര്യം ചെയ്യുന്നത്. നിഡാസ് പ്രധാനമായും ഭിന്നശേഷിയുള്ളവർക്കും അവരെ പരിപാലിക്കുന്നവർക്കും രക്ഷകർത്താക്കൾക്കും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വേണ്ടിയാണ്. നിഡാസിൽ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സെഷനും പിന്നെ ചോദ്യോത്തര വേളയുമായിട്ടാണ് നിഡാസ് നടത്തി വരുന്നത്. ഇന്നത്തെ നിഡാസ് തുടങ്ങുന്നതിന് മുന്നോടിയായി എല്ലാ പാർട്ടിസിപ്പൻസും കുറച്ച് നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. ഇന്നത്തെ നിഡാസ് ഗൂഗിൾ മീറ്റിലും യൂട്യൂബിലും കാണാവുന്നതാണ്. ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്ത പാർട്ടിസിപ്പൻസ് സെഷൻ നടക്കുന്ന സമയത്ത് മൈക്ക്, പ്രസന്റേഷൻ മോഡ് തുടങ്ങിയവ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുള്ളതല്ല. ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. പ്രസന്റേഷന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കാം. ഇന്നത്തെ ഈ നിഡാസിന്റെ സൈൻ ലാംഗ്വേജ് പരിഭാഷയുണ്ട്. സൈൻ ലാംഗ്വേജ് പരിഭാഷ ചെയ്യുന്നത് മിസ്റ്റർ അഭിഷേക്, മിസ് രുക്മ. സൈൻ ലാംഗ്വേജ് പരിഭാഷയ്ക്കായി സ്ക്രീനിൽ ശാന്തി എന്ന പേര് പിൻ ചെയ്യേണ്ടതാണ്. ഇന്നത്തെ നിഡാസിന്റെ വിഷയം ഭിന്നശേഷി ഒരു സമഗ്ര അവലോകനം, ഡിസബിലിറ്റി ആൻഡ് ഓവർവ്യൂ. എന്താണ് ഭിന്നശേഷി? ഭിന്നശേഷിയുടെ കാരണങ്ങൾ, വിവിധ തരത്തിലുള്ള ഭിന്നശേഷിയും അവയുടെ ലക്ഷണങ്ങളും, ഭിന്നശേഷിയുള്ളവരുടെ പുനരധിവാസം, സമൂഹത്തിൽ എല്ലാ മേഖലകളിലും എങ്ങനെ ഉൾപ്പെടുത്താം എന്നിവയെക്കുറിച്ചുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ നിഡാസിൽ സംസാരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ നിഡാസിന് സംസാരിക്കാനായി എത്തിയിട്ടുള്ളത് ഡോക്ടർ സിന്ധു വിജയകുമാർ. ഡോക്ടർ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ അസോസിയേറ്റ് പ്രൊഫസറാണ് അറ്റ് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. കൂടാതെ ക്ലിനിക്കൽ ലീഡ് ആൻഡ് ഡയറക്ടർ സിമോർ ക്ലിനിക് തൃശൂർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൗണ്ടേഷൻ ഫോർ ഇന്റർനാഷണൽ റീഹാബിലിറ്റേഷൻ റിസർച്ച് ആൻഡ് എംപവർമെന്റ്. 24 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സിന്ധു ഇന്ത്യയിലും യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ കാനഡയിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരു കൺസൾട്ടിംഗ് ഫിസിയാട്രിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചു വരുന്നു. 7 പരം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഡോക്ടർ സിന്ധു ഒരു സർട്ടിഫൈഡ് അസിസ്റ്റീവ് ടെക്നോളജി സ്പെഷ്യലിസ്റ്റ് കൂടിയാണ്. വെൽക്കം ഡോക്ടർ സിന്ധു. ഇന്നത്തെ സെഷൻ തുടങ്ങുന്നതിന് മുന്നോടിയായി എല്ലാ പാർട്ടിസിപ്പൻസും ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഒരു ചോദ്യാവലി പൂരിപ്പിക്കേണ്ടതാണ്. ചാറ്റ് ബോക്സിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് എല്ലാ പാർട്ടിസിപ്പൻസും ചോദ്യാവലി പൂരിപ്പിക്കേണ്ടതാണ്. സെഷൻ തുടങ്ങാനാണ് ഡോക്ടർ സിന്ധുവിനെ ക്ഷണിക്കുന്നു. ഓവർ ടു യു ഡോക്ടർ. താങ്ക് യു സംഗീത. ആദ്യമേ തന്നെ നിഷിന്റെ ഈ നിഡാസ് ടീമിനും ഈ ഒരു അവസരം എനിക്ക് തന്നതിൽ പ്രത്യേകം നന്ദി പറയുന്നു. കേൾക്കാമല്ലോ അല്ലേ? ഞാൻ പ്രസന്റേഷൻ ഓഡിബിൾ ആണ് ഡോക്ടർ. ഓക്കെ, താങ്ക് യു. സ്ക്രീൻ കാണാമല്ലോ? അതെ, പ്രസന്റേഷൻ ലോഡ് ആവുകയാണ്. ഇന്നത്തെ ഒരു ടോക്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷി എന്ന ഒരു ആശയത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ഒരു ആശയം പല മേഖലകളിൽ, പല തലങ്ങളിലും നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. നമുക്കെല്ലാവർക്കും ഇന്ന് ഈ മീറ്റിൽ കയറിയിരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം, ഭിന്നശേഷി വ്യക്തികളുടെ ശാരീരികമായിട്ടും ഇന്ദ്രിയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സെൻസറി, കാഴ്ച, കേൾവി മുതലായ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും ബൗദ്ധിക പ്രവർത്തനങ്ങളെയും മാനസികാരോഗ്യ പ്രവർത്തനങ്ങളെയെല്ലാം ബാധിക്കുന്ന കുറേയധികം
അവസ്ഥകൾ ഉൾപ്പെടുന്ന ഒരു ഒരു വാക്കാണ്. അങ്ങനെ ഭിന്നശേഷിയുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളിലുള്ള ശാരീരിക പ്രവർത്തനത്തിലുള്ള ഒരു ബാധ്യതയാവാം. എങ്കിലും എന്തൊക്കെ തരം ഭിന്നശേഷിത്വങ്ങൾ ഉണ്ടെന്നും അതൊക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത് ഈ ഭിന്നശേഷി സൗഹൃദമായ ഒരു ചുറ്റുപാട് ഉണ്ടാക്കിയെടുക്കുന്നതിന് അത്യാവശ്യമാണ്. പലപ്പോഴും ഒരു ഫീൽ വന്നിരിക്കുന്നത് ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിനെ മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം പല നമ്മുടെ പരിപാടികളും എല്ലാം അപര്യാപ്തമായി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വിവിധ തലങ്ങളിലെ പറ്റി ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്. ഒരു മനസ്സിലാക്കലിൽ നിന്നാണ് പുതിയ ഒരു മോഡലായിട്ടുള്ള ബയോ സൈക്കോ സോഷ്യൽ മോഡൽ അല്ലെങ്കിൽ ശാരീരിക സാമൂഹിക ഒരു മോഡലായിട്ട് മാനസിക സാമൂഹിക മോഡലായിട്ട് ഇപ്പോൾ ഭിന്നശേഷിയെ നമ്മൾ കാണുന്നത്. ഇതിൽ ഈ ഒരു ആശയം ഉരുത്തിരിഞ്ഞത് CRPD അഥവാ യുണൈറ്റഡ് നേഷൻസിന്റെ കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്നുള്ള ആ ഒരു ചർച്ചകളിൽ നിന്നാണ് ഇങ്ങനെയൊരു ആശയം ഉടലെടുത്തത്. ഇതിൽ വളരെയധികം ഭിന്നശേഷി മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ഇൻവോൾവ്മെന്റോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു മോഡൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നു. ഈ ഒരു മോഡൽ പ്രകാരം നമ്മുടെ ലോകാരോഗ്യ സംഘടന ഇതിനൊരു ക്ലാസിഫിക്കേഷൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു തരംതിരിവ് തന്നെ. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫങ്ഷനിങ് ഡിസബിലിറ്റി ആൻഡ് ഹെൽത്ത് എന്നാണ്, ICF എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ ഭിന്നശേഷിയെ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ മാനുഷിക പ്രവർത്തനങ്ങളെ പറ്റിയിട്ട്, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ പൊതുവെ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ, മാനുഷിക പ്രവർത്തനങ്ങളിൽ സംഭവിക്കാവുന്ന പരിമിതികളെ 3 മേഖലകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അത് പരസ്പരം ബന്ധമുള്ളവ തന്നെയാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാകുന്നത് ഒരു രോഗം അല്ലെങ്കിൽ ഒരു അവസ്ഥ തന്നെയായിരിക്കും. അതിനെ ഇമ്പയർമെന്റ്, ഒരു ശാരീരിക പരിമിതി എന്ന് പറയാം. ഇപ്പോൾ ഒരാൾക്ക് ഒരു അപകടം സംഭവിച്ചു, ഒരു കൈയുടെ ഒരു അറ്റം മുറിഞ്ഞു പോകുന്നു, അങ്ങനെയുള്ളത് ഒരു ആംപുട്ടേഷൻ, ഒരു ഇമ്പയർമെന്റ് ആണ്. ഈ ഇമ്പയർമെന്റ് അല്ലെങ്കിൽ ശാരീരിക പരിമിതി ഉള്ളത് കൊണ്ട് ചിലപ്പോൾ പല കാര്യങ്ങളും ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ഉദാഹരണത്തിന് ഈ പറഞ്ഞ പോലെ വലത് കൈയുടെ ചൂണ്ടുവിരൽ ആണ് മുറിഞ്ഞു പോയിരിക്കുന്നതെങ്കിൽ പലപ്പോഴും നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവാം, ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം. ഇതിനെയെല്ലാം നമ്മൾ ഒരു പ്രവർത്തന പരിമിതി, നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാൻ ഒരു വ്യക്തിക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ നമ്മൾ ആക്ടിവിറ്റി ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പരിമിതികൾ, പ്രവർത്തന പരിമിതികൾ എന്ന് പറയാം. പലപ്പോഴും ഇത് നമുക്ക് മറികടക്കാവുന്നതാണ്. ചിലപ്പോൾ ആ ഒരു വിരൽ ഉപയോഗിക്കാതെ മറ്റു വിരലുകൾ കൊണ്ട് നമ്മൾക്ക് പണി ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ സ്വതന്ത്രമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കാവുന്നതാണ്. ഈ ഒരു ഇമ്പയർമെന്റ് അല്ലെങ്കിൽ ശാരീരിക പരിമിതി മൂലം നമ്മളുടെ പങ്കാളിത്തത്തിൽ, നമ്മളൊരു സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെയാണ് നമ്മൾ പാർട്ടിസിപ്പേഷൻ റെസ്ട്രിക്ഷൻ അഥവാ പങ്കാളിത്ത നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, എന്നൊരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ രോഗികളെ കാണേണ്ടതാണ്, അവരോട് സംസാരിക്കേണ്ടതാണ്, അവരെ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഒരു വിരലിന് ഒരു പ്രശ്നമുണ്ടെങ്കിൽ പലപ്പോഴും അതിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തടസ്സങ്ങൾ ചിലപ്പോൾ എനിക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ. ഒരു വിരലിനൊന്ന് സംഭവിച്ചത് കൊണ്ട് ചിലപ്പോൾ എനിക്ക് ഇതിൽ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നില്ല. പക്ഷെ മാനസികമായിട്ട് ചിലപ്പോൾ ഇതെന്നെ ബാധിക്കാം. അപ്പോൾ അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും? ഇനി ഇപ്പോൾ ചിലപ്പോൾ രോഗികൾക്ക് തോന്നും, ഒരു സ്വയം ഒരു കൈയില്ലാത്ത ഈ ഡോക്ടർ എങ്ങനെ ചിന്തിക്കും? ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നുണ്ടാകുന്ന മാനസിക സംഘർഷവും അതുമൂലം ഞാൻ ഇതിൽ നിന്ന് പുറകോട്ട് പോകുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി മുതൽ കാണുന്നില്ല, ഞാൻ പഠിപ്പിക്കൽ മാത്രം ചെയ്തുകൊള്ളാം എന്നുള്ള ഒരു തീരുമാനം എൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോഴും എൻ്റെ സാമൂഹിക ജീവിതത്തിലുള്ള എൻ്റെ പങ്കാളിത്തം കുറയുകയാണ്. അതാണ് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ പാർട്ടിസിപ്പേഷൻ റെസ്ട്രിക്ഷൻ. അപ്പോൾ ഭിന്നശേഷി എന്നുള്ളത് ഈ മൂന്ന് തരത്തിലുള്ള ഈ മേഖലകളിൽ ഏതെങ്കിലും ഒന്നിലോ അല്ലെങ്കിൽ എല്ലാ മേഖലകളിലുമോ
ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അതാണ് ഭിന്നശേഷി എന്നാണ് ICF പ്രകാരം, പുതിയ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ പ്രകാരം നമ്മൾ ഭിന്നശേഷിയെ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഈ പലപ്പോഴും ഈ ഒരു ശാരീരിക പരിമിതി മൂലം ഉണ്ടാകുന്ന ഒരു പരിമിതികൾ സാമൂഹിക തലത്തിലും വ്യക്തിതലത്തിലും ഉണ്ടാക്കുന്ന പരിമിതികളെ മറികടക്കുന്നുണ്ടെങ്കിലും അവർക്ക് പരിമിതികൾ ഉള്ളത് കൊണ്ട് ഭിന്നശേഷിയുള്ള കൂട്ടത്തിൽ തന്നെയാണ് അവരെ പെടുത്തുന്നത്. എങ്കിലും ഇതെല്ലാം നമുക്ക് മറികടക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഈ എങ്ങനെയാണ് അപ്പോൾ ഈ ഭിന്നശേഷി ഉണ്ടാകുന്നത്? നമുക്കൊരു ആരോഗ്യ അവസ്ഥ വന്നു. ഈ ആരോഗ്യസ്ഥിതികൾ അഥവാ ഹെൽത്ത് കണ്ടീഷൻസും നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സാഹചര്യങ്ങളും അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആലോചന, എൻ്റെ ചിന്തകളിലുള്ള, എൻ്റെ ജോലി സ്ഥലത്തേക്കുള്ള യാത്രയിലും ഇതിലെല്ലാം വരുന്ന തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രതിപ്രവർത്തനത്തിൽ നിന്നാണ് ഈ ഭിന്നശേഷി, ഈ ശരിയായിട്ടുള്ള ഭിന്നശേഷി അല്ലെങ്കിൽ പരിമിതി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബയോ സൈക്കോ സോഷ്യൽ അല്ലെങ്കിൽ ശാരീരിക, മാനസിക, സാമൂഹിക മാതൃക. ആരോഗ്യസ്ഥിതികൾ പലതരത്തിലുണ്ടാവാം. രോഗങ്ങളാവാം, അപകടങ്ങളാവാം, ഇഞ്ചുറീസ്, മുറിവുകളാവാം, മാനസിക സംഘർഷങ്ങളാവാം. സാഹചര്യ ഘടകങ്ങൾ ഇതിൽ നമ്മുടെ പരിസ്ഥിതിയാണ്, നമ്മളുടെ എൻവയറൺമെന്റ്, നമ്മളുടെ ചുറ്റുപാടുകൾ, ജീവിക്കുന്ന വീട്, കുടുംബം, കൂടെ താമസിക്കുന്നവർ, ജോലി സ്ഥലത്തുള്ളവർ, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള നമ്മളുടെ പേഴ്സണൽ ഫാക്ടേഴ്സ്, വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഒരു ബയോസൈക്കോ സോഷ്യൽ മോഡൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഡിസബിലിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ഒരു ഗ്രാഫിക്കൽ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഇത്. ഒരു പടമായിട്ട് തന്നെ കാണിച്ചിരിക്കുന്നു. ഈ ആരോഗ്യസ്ഥിതികൾ മൂലം ശാരീരിക പ്രവർത്തനങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ പ്രവർത്തനങ്ങൾ, സാമൂഹിക പങ്കാളിത്തം, ഇവയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണക്റ്റഡ് ആണ് അല്ലെ. എൻവയറമെന്റൽ സാഹചര്യവും പേഴ്സണൽ നമ്മളുടെ വ്യക്തിപരവുമായിട്ടുള്ള ബന്ധവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നു. ഇനി എന്താണ് നമ്മളുടെ ആരോഗ്യസ്ഥിതികൾ അല്ലെങ്കിൽ ആരോഗ്യാവസ്ഥകൾ? അതെങ്ങനെയുള്ളവയായിരിക്കാം? ചിലപ്പോൾ വളരെ വിസിബിൾ അല്ലെങ്കിൽ ദൃശ്യം, നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ആരോഗ്യസ്ഥിതികളായിരിക്കാം. ഇപ്പോ ഒരു എക്സാമ്പിൾ ഈ പറഞ്ഞതുപോലെ ഒരു ആംപ്യൂട്ടേഷൻ, കാലക്കയ്യോ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വളരെ അധികം പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇദ്ദേഹത്തിന് ഒരു ഡിസബിലിറ്റി, ഒരു ഭിന്നശേഷി ഉണ്ട് എന്നുള്ളത്. പക്ഷെ കാണാൻ സാധിക്കാത്തവയും അദൃശ്യമായിട്ടുള്ളവയും കുറേ അധികമുണ്ട് അല്ലേ. ഒരു എക്സാമ്പിളായിട്ട് ഉദാഹരണത്തിന് ഒരു കേൾവി പരിമിതിയോ സംസാര പരിമിതിയോ ഉള്ള ഒരാള് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ടാൽ അറിയുകയേയില്ല. അപ്പോ അങ്ങനെയുള്ള പലപ്പോഴും ബസ്സുകളിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെ നമ്മൾക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ആരോഗ്യാവസ്ഥകൾ ചിലപ്പോൾ ടെമ്പററി ആവാം, താൽക്കാലികമാവും, ഒരു ചെറിയൊരു സമയത്തേക്കാവാം, അല്ലെങ്കിൽ പെർമനന്റ് ആവാം, വളരെയധികം കാലം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ളവയാവും, സ്ഥിരമായിരിക്കാം. ഈ താൽക്കാലിക, എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും തന്നെ എല്ലാ മനുഷ്യരും ഒരു ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ഒരു താൽക്കാലിക പരിമിതി എന്തായാലും നേരിട്ടിരിക്കും. ഒരു ഫ്രാക്ചർ ആവാം, കൈയൊടിഞ്ഞ് പ്ലാസ്റ്ററിനകത്തിടുമ്പോൾ ഒബ്വിയസ്ലി അതൊരു ഡിസബിലിറ്റി തന്നെയായി മാറുന്നു. പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ലോകമെമ്പാടും തന്നെ ഒരു ഇത് അനുഭവിച്ച ഒരു കാലഘട്ടം കോവിഡ് കാലഘട്ടമാണ്. കോവിഡ് കാലഘട്ടത്തിന് ശേഷം പറയട്ടെ, എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും ഭിന്നശേഷിയെ പറ്റിയുള്ള അതിനെപ്പറ്റിയുള്ള ധാരണകൾ നമുക്ക് കുറച്ചുകൂടി കാര്യമായിട്ട് വന്നിട്ടുണ്ട്. കാരണം എല്ലാവരും സമൂഹ പങ്കാളിത്തത്തിൽ വളരെയധികം നിയന്ത്രണങ്ങളോടുകൂടി ജീവിച്ചവരാണ്. ഇങ്ങനെയുള്ള ആരോഗ്യസ്ഥിതികൾ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. ജന്മനാ തന്നെ ഉണ്ടാകാം, അതിനെ കഞ്ചനിറ്റൽ അല്ലെങ്കിൽ ജന്മനാ സംഭവിക്കുന്ന അവസ്ഥകളാവാം, അല്ലെങ്കിൽ ജനനത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും അക്വയർഡ് ആയിട്ട് സംഭവിക്കാം. ഇതിൽ തന്നെ പല അവസ്ഥകളിലും അത് സ്റ്റാറ്റിക് ആണ്, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ്. അതിൽ ആ അവസ്ഥ മാറുകയോ വ്യത്യാസപ്പെടുകയോ ഭേദപ്പെടുകയോ കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല, കൂടുന്നുമില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാം. അതിൽ തന്നെ ചിലത് വരുകയും പോകുകയും ചെയ്യുന്ന മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്നൊക്കെ പറയുന്ന ചില അസുഖങ്ങൾ പോലെ
ഇടയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നു, പിന്നെ ഒരു അറ്റാക്ക് വരുന്നു, പിന്നെയും ഭിന്നശേഷി വരുന്നു, അങ്ങനെയുള്ള അസുഖങ്ങളുണ്ട്. ഇതുപോലെ തന്നെ കൂടുതൽ ഗുരുതരമായി പോകുന്ന തരത്തിലുള്ള വളരെ കൂടിക്കൂടി വരുന്ന ചില അസുഖങ്ങളുണ്ട്. ഇപ്പോൾ പാർക്കിൻസൺസ് ഡിസീസ്, മോട്ടോർ ന്യൂറോൺ ഡിസീസ്, MND എന്ന് പറയുന്ന പല ന്യൂറോളജിക്കൽ അസുഖങ്ങളും കാലത്തിനനുസരിച്ചിട്ട് ചില ജനറ്റിക് അസുഖങ്ങൾ, ജനിതക രോഗങ്ങളിൽ ചിലതൊക്കെ ഇങ്ങനെ പ്രായത്തിനനുസരിച്ച് അല്ലെങ്കിൽ സമയം പോകുന്നതനുസരിച്ച് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളും ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം ഈ ഭിന്നശേഷി എന്ന ഒറ്റ വാക്കിനുള്ളിൽ നമ്മൾ ഇതിനെല്ലാം പെടുത്തുകയാണ്. ചില അവസ്ഥകൾ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഉദാഹരണത്തിന് സെറിബ്രൽ പാൾസി പോലെയുള്ള അസുഖങ്ങൾ, അവ വേഴ്സണിങ് അല്ല, അത് കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല. ബ്രെയിനിൽ തുടക്ക സമയത്ത് സംഭവിച്ചിരിക്കുന്ന ആ ഡാമേജ് ഒരിക്കലും കൂടുന്നില്ല പിന്നീട്. പക്ഷെ അതങ്ങനെ തന്നെ നിൽക്കുമ്പോഴും അനുബന്ധ പ്രവർത്തനങ്ങളെ, നമ്മുടെ മസിലുകളിൽ ചുരുക്കമുണ്ടാകാം, സ്പാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇറുക്കം കൂടി വരാം, അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സന്ധികൾ ചുരുങ്ങിപ്പോകാനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോ ഇതിൽ പലതും പ്രിവെന്റബിൾ ആണ്. അങ്ങനെയുള്ള അവസ്ഥകളെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ആരോഗ്യാവസ്ഥ പൊതുവെ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ കൂടിയും പുറമേ നിന്ന് കാലതാമസം വരുമ്പോൾ അനുബന്ധ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളെ പറ്റിയിട്ട് കൂടുതൽ അറിവുണ്ടായിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രത്യേകിച്ചും ഭിന്നശേഷി അനുഭവിക്കുന്നവരും അവരുടെ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, കൂടെ താമസിക്കുന്ന ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള കുടുംബത്തിലും ജോലിസ്ഥലങ്ങളിലും സ്കൂളുകളിലും ഉള്ളവർക്കൊക്കെ ഇതിനെപ്പറ്റി ഒരു ബോധ്യത ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിതിനെ മറികടക്കാനായിട്ട് കൂടുതലും സാധിക്കുന്നത്. അതുപോലെ ഉള്ള ഇതൊരു ആരോഗ്യസ്ഥിതികളെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു വളരെ വൈവിധ്യമാർന്ന തരത്തിലുള്ള സ്ഥിതികളാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് പരിസ്ഥിതി ഘടകങ്ങൾ അല്ലെങ്കിൽ ചുറ്റുപാട്, എൻവയൺമെന്റ് എന്ന് പറയുന്നത്. ഇതിൽ ജീവിത സാഹചര്യങ്ങളുണ്ട്, വീടിന്റെ തന്നെ ഘടനയുണ്ടാകാം, ബാത്റൂം എവിടെയാണെന്നുള്ളത്, ജോലി ചെയ്യേണ്ട സ്ഥലങ്ങൾ, കൂടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരുടെ വ്യക്തികളുടെ സ്വഭാവം, ഇതെല്ലാം നമ്മളെ ഭിന്നശേഷിയുള്ള ഒരാളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. ഈ കൂടെയുള്ളവർ സഹായികളാവാം, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാവാം, ഇല്ലെങ്കിൽ തടസ്സം സൃഷ്ടിക്കുന്നതാവാം. പലരുടെയും ചിലപ്പോൾ മനോഭാവങ്ങൾ ചിലപ്പോൾ ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ് അല്ലെങ്കിൽ പരിസ്ഥിതി ഘടകങ്ങളിൽ നമ്മൾ പലപ്പോഴും പറയുന്നത് ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ, ഇപ്പൊ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു വീൽ ചെയർ ആവാം, മറ്റ് സാങ്കേതിക വിദ്യകളാവാം, സ്വാഭാവിക നാച്ചുറൽ എൻവയൺമെന്റും ബിൽറ്റ് എൻവയൺമെന്റും, അതായത് താമസിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെതായിട്ടുള്ള ചുറ്റുപാടുകളും നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന നമ്മുടെ വീട്, നമ്മളുടെ സ്കൂളുകള്, അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും പരിസ്ഥിതി ഘടകങ്ങളായിട്ട് നമ്മൾ കാണേണ്ടതാണ്. നമ്മളെ അഫക്റ്റ് ചെയ്ത് നമ്മളെ ബാധിക്കുന്ന ഘടകങ്ങളായിട്ട് നമ്മൾ കാണേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ബന്ധങ്ങൾ, റിലേറ്റീവ്സ്, ഫാമിലി, കുടുംബ ബന്ധങ്ങൾ, നമ്മളുടെ സപ്പോർട്ട് സിസ്റ്റം വളരെ പ്രധാനമേറിയ ഒന്നാണ്. ഈ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബം, തൊട്ടടുത്തുള്ള നമ്മുടെ കുടുംബം, നമ്മുടെ ടീച്ചർമാർ, അധ്യാപകർ, ജോലി ചെയ്യുന്നവർ, കൂടെയുള്ളവർ, നമ്മുടെ ലോക്കൽ പഞ്ചായത്തുകളും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും, ഇതെല്ലാം നമുക്ക് പിന്തുണ നൽകുന്ന സംവിധാനങ്ങളാണ്. കൂടെയുള്ളവരുടെ എല്ലാവരുടെയും മനോഭാവങ്ങളും പലപ്പോഴും ഭിന്നശേഷിയുള്ളവരെ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നിലവിലായിട്ടുള്ള ഭിന്നശേഷിയുള്ളവർക്കായിട്ടുള്ള സേവനങ്ങൾ, പ്രത്യേകിച്ച് RPWD ആക്ടും അതിന്റെ സേവനങ്ങളും ഇതിന്റെ സംവിധാനങ്ങളും, സാമൂഹിക നീതി വകുപ്പ് പോലെയുള്ള സംവിധാനങ്ങളും അതിന്റെ നയങ്ങളും എല്ലാം ഭിന്നശേഷിയുള്ളവരുടെ പ്രവർത്തനങ്ങളെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. അതിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എന്ന് ഞാൻ പറയട്ടെ, വളരെയധികം ഓരോരുത്തരുടെയും പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതും അൾട്ടിമേറ്റ്ലി എത്രത്തോളം അവർക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്ന് തീരുമാനിക്കുന്നത് വ്യക്തിപരമായ ഘടകങ്ങൾ തന്നെയാണ്, പേഴ്സണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്.
അതിൽ തീർച്ചയായിട്ടും അവരുടെ കഴിവുകൾ, എത്രത്തോളം അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള അവരുടെ അവസ്ഥകൾ, ശാരീരിക അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള അവരുടെ സ്ഥിതികൾ, ചിന്താഗതികൾ, അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ. എനിക്ക് ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണല്ലോ പലപ്പോഴും നമ്മളുടെ സ്വപ്നങ്ങളെ പിന്തുടർന്നു പോകുന്നത്. അപ്പൊ അതിനുള്ള മോട്ടിവേഷൻ, അതിനുള്ള പ്രചോദനം, അതിനുള്ള കോൺഫിഡൻസ്, ആത്മവിശ്വാസം, അതിനുള്ള കഴിവുകൾ ദൈനംദിന ജീവിതത്തിൽ ഡെയിലി ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്വയം പര്യാപ്തതയും അത് കഴിവുകൾ ഉപയോഗിച്ച് പരിമിതികളെ മറികടന്ന് പുറത്തോട്ട് വരാനുള്ള ആഗ്രഹവും, ഇതെല്ലാം ഭിന്നശേഷിയുള്ള ഒരു വ്യക്തിയുടെ പങ്കാളിത്തം, സാമൂഹിക പങ്കാളിത്തത്തിലും പ്രവർത്തനത്തിലും എല്ലാം ബാധിക്കുന്നുണ്ട്. ഇതിനൊരു സൈഡ് നോട്ടായിട്ട് എന്ന് പറയട്ടെ, പലപ്പോഴും കുട്ടികളുടെ ഭിന്നശേഷിയിൽ നിന്ന് നമ്മൾ പുനരധിവാസം തുടങ്ങുമ്പോൾ എത്രയും നേരത്തെ തുടങ്ങണം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ വീടിനുള്ളിൽ തന്നെ അവർ സ്വയം പര്യാപ്തരായാലേ പുറത്തോട്ട് വരുമ്പോഴും സ്വയം പര്യാപ്തത തുടർന്നു കൊണ്ടുപോരാനും ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങളെ നേരിടാനും അവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ പലപ്പോഴും വീടുകളിൽ തന്നെ കുട്ടികൾ, അയ്യോ വയ്യാത്ത കുട്ടിയല്ലേ, എന്തിനാ കുഞ്ഞിനെ കൊണ്ട് ചെയ്യിക്കുന്നേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും മാതാപിതാക്കളേക്കാൾ കൂടുതൽ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെ വളരെ ഒരു അനുതാപമുള്ള ഒരു ദയോട് കൂടിയിട്ടുള്ള ഒരു സമീപനമാണ് പലപ്പോഴും വീടുകളിൽ ഉണ്ടാകുന്നത്. കൂടുതൽ കൊണ്ടുണ്ടാകുന്ന ഈ ഒരു അനുകമ്പ പക്ഷെ അവരുടെ സ്വയം പര്യാപ്തതയെ പലപ്പോഴും കുറയ്ക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ അവരുടെ ഭാവി ജീവിതത്തെ പറ്റിയും കൂടുതൽ അവർക്ക് എങ്ങനെ സമൂഹത്തിൽ അവർക്ക് സ്വതന്ത്രമായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും, എങ്ങനെ അവരുടെ സ്വപ്നങ്ങളെ തേടിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് എങ്ങനെ അവർക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ചിന്ത തുടക്കം മുതൽ നമ്മളുടെ മനസ്സിൽ കൂടുതൽ കൂടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ആരോഗ്യ മേഖലയിൽ, ഈ ഒരു പുനരധിവാസ മേഖലയിൽ ജോലി ചെയ്യുന്നവരും പ്രത്യേകിച്ച് മാതാപിതാക്കളും കുടുംബാംഗങ്ങളും അതിനെപ്പറ്റിയുള്ള ധാരണ നമുക്ക് കൃത്യമായിട്ടുണ്ടെങ്കിൽ ഇതിലേക്കെല്ലാം അവരെ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഒരു ചുരുക്കം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഭിന്നശേഷി ലോകാരോഗ്യ സംഘടന പ്രവർത്തന പരിമിതികൾ, ശാരീരികവും വ്യക്തിപരവുമായിട്ടുള്ള പ്രവർത്തന പരിമിതികളും പങ്കാളിത്ത തടസ്സങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പൊതു പദമായിട്ടാണ്, ഒരു കോമൺ വേർഡാണ്, ഒരു അംബ്രല്ല ടേം എന്നാണ് അവർ പറയുന്നത്. ഒരു എല്ലാത്തിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പദമായിട്ടാണ് ഭിന്നശേഷി എന്ന വാക്കിനെ കാണുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശാരീരിക പരിമിതികളുണ്ട്, ശരീരഘടനയിലുള്ളത്, പ്രവർത്തന പരിമിതികൾ അല്ലെങ്കിൽ ആക്ടിവിറ്റി ലിമിറ്റേഷൻസും, പങ്കാളിത്ത തടസ്സം അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ റെസ്ട്രിക്ഷൻ എന്നീ 3 തലങ്ങളിൽ ഈ ഭിന്നശേഷി നിർവചിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ ഒരു വ്യക്തിയുടെ ശാരീരികമായ പ്രത്യേകതകളും ആ വ്യക്തി ജീവിക്കുന്ന സമൂഹത്തിന്റെ സ്വഭാവവും തമ്മിലുള്ള ഒരു ബന്ധമാണ് നമ്മൾ ഭിന്നശേഷിയിലൂടെ എപ്പോഴും കാണേണ്ടത്. കാരണങ്ങൾ നമ്മൾ കുറേയധികം നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞ ഒരു ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി എന്നത് തന്നെയാണ് ഈ ഒരു ഭിന്നശേഷിയുടെ കാരണങ്ങൾ. അപ്പോൾ ജനിതക ഘടകങ്ങൾ ഉണ്ടാവും, ജനറ്റിക് ഫാക്ടേഴ്സ്. അപ്പോൾ ജനനത്തിന് മുമ്പേ തന്നെ അവരുടെ ഭിന്നശേഷി അവസ്ഥ ചിലപ്പോൾ തീരുമാനിച്ചേക്കാം. ജനിതക ഘടകങ്ങൾ, മസ്കുലർ ഡിസ്ട്രോഫി, SMA ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ജനനത്തിന് തൊട്ട് മുമ്പുള്ള സമയത്ത് പെരിനേറ്റലായിട്ട് ഗർഭാവസ്ഥയിൽ ഉണ്ടാകാവുന്ന കാരണങ്ങൾ, ഗർഭകാല രോഗങ്ങളാവാം, പോഷകാഹാരക്കുറവ്, ഹാനികരമായിട്ടുള്ള വസ്തുക്കൾ, മരുന്നുകൾ, ഇതെല്ലാം കഴിക്കുന്നത് ചിലപ്പോൾ ഭിന്നശേഷിയുള്ള ഒരു കുട്ടി ജനിക്കുന്നതിന് കാരണമാകാം. ജനന സമയത്ത് നടക്കുന്ന ഒരു ഡിഫിക്കൾട്ട് ലേബർ, ആ സമയത്ത് പ്രസവ സമയത്തിലുള്ള സങ്കീർണതകൾ, കൂടുതൽ നീണ്ടുപോകുന്ന പ്രസവം, ഇതെല്ലാം ചിലപ്പോൾ കാരണമായേക്കാം. ചിലപ്പോൾ വലിയ ബേബിയാണ് വരുന്ന, ചിലപ്പോൾ നെർവ്, ബ്രക്കിയൽ പ്ലെക്സസ്, ഞരമ്പുകളിലുള്ള പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകാം. ജനനത്തിന് ശേഷം ഏത് സമയത്തും രോഗങ്ങൾ, മെനിഞ്ചൈറ്റിസ് എന്ന് തലച്ചോറിനെ ബാധിക്കുന്ന ഇൻഫെക്ഷനുകൾ, അപകടങ്ങൾ, റോഡ് അപകടങ്ങൾ എല്ലാം ഭിന്നശേഷിക്ക് കാരണമാകാം. മറ്റസുഖങ്ങളും, പ്രമേഹം, രക്തസമ്മർദ്ദം മുതലായ രോഗങ്ങൾക്കും ശരിയായ രീതിയിൽ ചികിത്സ നേടിയില്ലെങ്കിൽ ചിലപ്പോൾ ഇവയെല്ലാം തന്നെ ഭിന്നശേഷി ഉണ്ടാക്കുന്ന തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രോബബ്ലി ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന
അതാണ്. വിവിധ തരം ഭിന്നശേഷികളുണ്ട്. ഇന്നത്തെ ഈ ടോക്കിൽ നമ്മളൊരു ആശയത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. നിയമങ്ങൾക്കനുസരിച്ചിട്ട്, നമ്മുടെ നിയമവ്യവസ്ഥയും നയങ്ങളും അനുസരിച്ചിട്ട് ഭിന്നശേഷിയെ തരംതിരിച്ചിരിക്കുന്നത് RPWD ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ. അതിനെപ്പറ്റി ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നില്ല. ഒരു പൊതുവായ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ശാരീരികമായ ഭിന്നശേഷികളുണ്ട്. ഫിസിക്കൽ, കയ്യിലും കാലിലും വളരെയധികം നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള കൈകാലുകളുടെ പ്രവർത്തനത്തിലുള്ള പ്രത്യേകതകൾ, സന്ധിവാതങ്ങൾ, സുഷുമ്ന നാഡിക്ക് സംഭവിക്കുന്ന പാരാപ്ലീജിയ പോലെയുള്ള പ്രശ്നങ്ങൾ, സ്ട്രോക്ക് പോലെ ഒരു വശം തളർന്നു പോകുന്ന പക്ഷാഘാതം എന്ന അവസ്ഥകളെല്ലാം വിവിധ ഭിന്നശേഷി, ശാരീരിക ഭിന്നശേഷികളാണ്. ഇന്ദ്രിയപരമായ ഭിന്നശേഷികൾ നമ്മൾക്ക് കാഴ്ച പരിമിതികൾ, സംസാര പരിമിതികൾ, കേൾവി പരിമിതികൾ എന്നിവയെല്ലാം ഇന്ദ്രിയപരമായിട്ടുള്ള. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഒക്കെയുള്ള കുട്ടികൾക്ക് മറ്റ് സെൻസറി ഇഷ്യൂസ്, അവർക്ക് പല സാധനങ്ങളും തൊടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പല ഭക്ഷണ പദാർത്ഥങ്ങളുടെയും ആ ടെക്സ്ചർ, അതിൻ്റെ ആ ഒരു ഫീല് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഇങ്ങനെയുള്ള ഭിന്നശേഷികൾ അവർക്കുണ്ടാകും. ഇന്ദ്രിയപരമായ ഭിന്നശേഷികളാണ്. ബൗദ്ധിക വെല്ലുവിളികളുണ്ട്. ബുദ്ധിപരമായിട്ടുള്ള വികാസം കുറവുള്ള കുട്ടികളുണ്ടാവാം, അതല്ലെങ്കിൽ മറ്റ് അവസരോചിതമായ പെരുമാറ്റത്തിനുള്ള കുറവുകൾ ഉണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിപരമായ വെല്ലുവിളികൾ ഉണ്ടാകാം. മാനസിക രോഗങ്ങളും അല്ലെങ്കിൽ മാനസിക അവസ്ഥകളും ഉണ്ടാകാം. അമിത ഉത്കണ്ഠ, വിഷാദം എന്നിവയെല്ലാം ഭിന്നശേഷി ഗണത്തിൽപ്പെടുത്താവുന്നവയാണ്. അതുപോലെ തന്നെ പഠന പ്രശ്നങ്ങളാവാം, ഡിസ്ലെക്സിയ, ഡിസ്കാലിക്കുലിയ അതുപോലെയുള്ള ലേണിംഗ് ഡിസബിലിറ്റീസും ഉണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളുടെ ഇന്ത്യൻ RPWD ആക്ട് പ്രകാരം അതിനെ തരംതിരിച്ചിരിക്കുന്നു. അതിനൊരു മാനദണ്ഡം കൊടുത്തിരിക്കുന്നു. അത് പ്രകാരമാണ് നയങ്ങൾ പലപ്പോഴും രൂപീകരിച്ചിരിക്കുന്നത്. ഇമ്പാക്ട് ഓഫ് ഡിസബിലിറ്റി, അതായത് ഭിന്നശേഷി കൊണ്ട് എന്തൊക്കെയാണ് ഇമ്പാക്ട്, നമ്മുടെ അനന്തര ഫലങ്ങളായിട്ട് എന്തൊക്കെയാണ് തരുന്നത്. വ്യക്തിപരമായ തലത്തിൽ നമുക്ക് ഓരോ ജീവിത ദിനചര്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആശയവിനിമയത്തിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. സ്വയം പരിചരണം, സെൽഫ് കെയർ, അതിലും എല്ലാം വെല്ലുവിളികൾ തരുന്നു. ഇതെല്ലാം നമ്മൾ നേരത്തെ കുറിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് കുറച്ചുകൂടി സ്പീഡിൽ പോവുകയാണ്. സാമൂഹിക തലത്തിലും അതുപോലെ തന്നെ സാമ്പത്തിക തലത്തിലും സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാനും അത് ശരിയായ രീതിയിൽ അത് ചെലവഴിക്കാനും ഒക്കെയുള്ള പ്രശ്നങ്ങൾ. അതുകൂടാതെ ഇതിന്റെ ഭിന്നശേഷിയുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് ചികിത്സാ ചെലവുകളും പാരിസ്ഥിതിക ഘടകങ്ങളും സഹായ ഉപകരണങ്ങളുടെ ആവശ്യം, ഇതെല്ലാം കൂടുതൽ സാമ്പത്തികപരമായി കൂടുതൽ അവരുടെ പുറത്ത് ബാധ്യത ഉണ്ടാക്കുന്നതാണ്. കുടുംബത്തിന്റെ പുറത്ത് ബാധ്യത ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു ഭിന്നശേഷിയുള്ള വ്യക്തികളെ മനസ്സിലാക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ഒരു തരമല്ല, ഒരു മസിൽ ആക്ട് ചെയ്യാത്തത് അല്ലെങ്കിൽ ഒരു മസിൽ അനങ്ങാത്തത് മാത്രമല്ല അവരുടെ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനെ അവരുടെ ആവശ്യങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ ഒരു ഭിന്നശേഷി സമൂഹത്തിന്റെ തന്നെ ക്ഷേമവും ഉൾപ്പെടുത്തലും വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത്. കുറച്ച് വസ്തുതകൾ. ഇത് ലോകാരോഗ്യ സംഘടനയുടെ വേൾഡ് റിപ്പോർട്ട് ഓൺ ഡിസബിലിറ്റി, ഇത് പഴക്കം ചെന്നതാണ് എങ്കിൽ കൂടിയും വളരെയധികം പ്രാധാന്യമായിട്ട് അർഹിക്കുന്ന ഒന്നായിട്ട് കാണുന്നത് കൊണ്ടാണ് ഇതിനെപ്പറ്റി ഇവിടെ പ്രതിപാദിക്കുന്നത്. 100 കോടിയിലധികം ജനങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഭിന്നശേഷിയുമായിട്ട് ലോകമൊട്ടാകെ ജീവിക്കുന്നുണ്ട്. ദുർബല ജനവിഭാഗം അല്ലെങ്കിൽ വൾണറബിൾ സൊസൈറ്റിയാണ് അവരെ കൂടുതലായിട്ടും ബാധിക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുകുട്ടികൾ, ഗർഭാവസ്ഥയിലുള്ള കുട്ടികൾ, മറ്റ് അസുഖങ്ങളുള്ളവർ, അങ്ങനെയുള്ള കുറച്ച് വൾണറബിൾ ആയിട്ടുള്ളവർക്കാണ് കൂടുതലും സാധ്യതയുള്ളത്. പലപ്പോഴും ഭിന്നശേഷിയുള്ളവർക്ക് ആവശ്യമായ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നില്ല. നമ്മൾ നേരത്തെയും WHO ഇൻഫോഗ്രാഫിക്കിലും കണ്ടു. ആരോഗ്യ മേഖലയിൽ അവർക്ക് ലഭിക്കുന്ന സംവിധാനങ്ങൾ പലപ്പോഴും കുറവാണ്. ഭിന്നശേഷിയുള്ള കുട്ടികൾ ഭിന്നശേഷിയില്ലാത്ത കുട്ടികളെക്കാൾ സ്കൂളിൽ പോകാനുള്ള സാധ്യതകൾ കുറവാണ്. അത് വളരെ എവിഡന്റ് ആണ്. നമ്മൾ ഓരോ ദിവസവും OPD-യിലും നമ്മുടെ ഹോസ്പിറ്റലിലും എല്ലാം കാണുന്നതാണ്. കുട്ടികൾ പലപ്പോഴും സ്കൂളുകളിൽ പോയി മറ്റു കുട്ടികളെ പോലെ സ്കൂളുകളിൽ പോകാൻ സാധിക്കാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഭിന്നശേഷിയുള്ള ആളുകൾ ഇല്ലാത്തവരെക്കാൾ കൂടുതൽ തൊഴിൽ രഹിതരായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ലോകമൊട്ടുക്കുമുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കൂടുതൽ ദാരിദ്ര്യം, പോവർട്ടി കൂടുതലായിട്ടും ഭിന്നശേഷിയുള്ളവരിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പുനരധിവാസം ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്നതിനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുന്നതിനുമായിട്ട് സഹായിക്കുന്നുണ്ട്.
ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് സാമൂഹ്യ ജീവിതത്തിൽ സാധ്യതയുണ്ട്, അത് കഴിയും, അവരെ കൊണ്ട് സാധിക്കുന്ന ഒന്നാണ്. പലപ്പോഴും സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ടാണ് അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കാത്തത്. തടസ്സങ്ങളെ മറികടക്കാനും അവർക്ക് സാധ്യതകളുണ്ട്, അവർക്ക് സാധിക്കും. ഭിന്നശേഷിയുള്ളവരുടെ അവകാശങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കൺവെൻഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, CRPD കൺവെൻഷൻ. എല്ലാ ഭിന്നശേഷിയുള്ളവരുടെയും മനുഷ്യാവകാശങ്ങളെ അനുകൂലിക്കുകയും സംരക്ഷിക്കുകയും അത് ഉറപ്പാക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ഇന്ത്യയും ഈ CRPD കൺവെൻഷനിൽ ഒപ്പിട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം നടത്തിയെടുക്കാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. പുനരധിവാസം അത് അവരെ ശാരീരിക, ഇന്ദ്രിയ, ബൗദ്ധിക, മാനസിക, പാരിസ്ഥിതിക, സാമൂഹിക പ്രവർത്തന നിലവാരം കൈവരിക്കുന്നതിനും നിലനിർത്തുന്നതിനും പ്രാപ്തരാക്കുന്നുണ്ട്. ഇതിൽ 3 പ്രത്യേക ഘടകങ്ങളാണ്, അടിസ്ഥാന തത്വങ്ങൾ 3 ഇതിൽ ഉൾച്ചേർക്കൽ അല്ലെങ്കിൽ ഉൾപ്പെടുത്തൽ, പ്രാപ്യത അല്ലെങ്കിൽ ശാക്തീകരണം. ഈ 3 കാര്യങ്ങളും ഇൻക്ലൂഷൻ, ആക്സസിബിലിറ്റി ആൻഡ് എംപവർമെന്റ്, ഇത് 3 വന്നാൽ മാത്രമാണ് നമുക്ക് ശരിയായ രീതിയിൽ പുനരധിവാസം സാധ്യമാവുകയുള്ളൂ. ഉൾച്ചേർക്കൽ, ഇൻക്ലൂഷൻ, ഉൾപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ ഭിന്നശേഷിയുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെയാണ് പ്രവർത്തിക്കേണ്ടത്. അത് എല്ലാ മേഖലകളിലും, വിദ്യാഭ്യാസം, തൊഴിൽ, സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ഉൾച്ചേർക്കൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോഴാണ് അവരുടെ കഴിവുകൾ അംഗീകരിക്കുകയും തുല്യ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ സ്കൂളിൽ കുട്ടിയെ ചേർക്കുമ്പോൾ അത് ഇൻക്ലൂഷൻ ആയിട്ട് കണക്കാക്കാൻ സാധിക്കില്ല നമുക്ക്. നോർമൽ സ്കൂൾ, ബാക്കിയുള്ളവർ പഠിക്കുന്ന സാധാരണ സ്കൂളുകളിൽ പോയി പഠിക്കുമ്പോൾ മാത്രമാണ് ഇൻക്ലൂഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിന്റെ ഒരു മറുവശം കൂടിയുണ്ട്. ആ ഒരു സാമൂഹിക ചുറ്റുപാട് ഭിന്നശേഷിക്കാർക്ക് മാത്രമല്ല ഗുണം ചെയ്യുന്നത്, ഇത് വൈവിധ്യത്തിലൂടെ, ഐക്യത്തിലൂടെ നമ്മുടെ സമൂഹങ്ങളെ സമ്പന്നമാക്കാനായിട്ട് ഈ ഇൻക്ലൂഷൻ സഹായിക്കും. മറ്റുള്ളവർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ കൂടെ സഹായിക്കുന്നുണ്ട്. ആക്സസിബിലിറ്റി അല്ലെങ്കിൽ പ്രാപ്യത എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പ്രഹസനമായിട്ട് മാത്രം ഇരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മളത് മാറ്റിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഉൽപ്പന്നങ്ങളും പരിസ്ഥിതികളും സേവനങ്ങളും സംവിധാനങ്ങളും എല്ലാം വളർത്തിയെടുക്കുന്നതാണ് ആക്സസിബിലിറ്റി. യൂണിവേഴ്സൽ ഡിസൈൻ, അതായത് ഭിന്നശേഷിയുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്ഥലങ്ങളും സംവിധാനങ്ങളും എല്ലാം പ്രാപ്തമാകണം. അപ്പൊ കെട്ടിടങ്ങളിലെ റാമ്പുകൾ, എലിവേറ്റർ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഉദാഹരണങ്ങളാണ്. റാമ്പ് വേണമെന്നല്ല. പക്ഷെ ഈ റാമ്പിന്റെ മുന്നിൽ കൊണ്ട് ഒരു സ്റ്റെപ്പോ അല്ലെങ്കിൽ അവിടെ കൊണ്ടൊരു വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ റാമ്പിന്റെ ഉപയോഗം നടക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ദൈനംദിനം കാണുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ സേവനങ്ങൾ, നിയമങ്ങൾ എല്ലാം ആക്സസിബിൾ ആയിരിക്കേണ്ടിയിരിക്കുന്നു. പൊതുഗതാഗതം എല്ലാം ആക്സസിബിൾ ആവേണ്ട ആവശ്യമുണ്ട്. അതോടൊപ്പം ശാക്തീകരണവും അല്ലെങ്കിൽ എംപവർമെന്റ്. അപ്പൊ എംപവർമെന്റ്, ട്രൂ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ സ്വയം അവർക്ക് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യവും കഴിവും, സ്വന്തം ജീവിതം നിയന്ത്രിക്കുന്നതിനുള്ള ആവശ്യങ്ങൾ, അതിനുള്ള ഉപകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ, അവസരങ്ങൾ, ഇതെല്ലാം ലഭ്യമാകുമ്പോഴാണ് ശാക്തീകരണം സംഭവിക്കുന്നത്. വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം, അങ്ങനെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാനുള്ള ഒരു അവസരം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ട്രൂ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. ശാക്തീകരിക്കപ്പെട്ട വ്യക്തികൾ അവരുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്നതിനും അവരുടെ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിനും സമൂഹത്തിന് അർത്ഥവത്തായ സംഭാവനകൾ നൽകുന്നതിനും കൂടുതൽ സാധ്യതയുണ്ട്. അതോടൊപ്പം മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് പോകുന്നു. വളരെ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ പറയാനായിട്ട്. കാണുന്ന കുറേയധികം ഭിന്നശേഷിയുള്ള വ്യക്തികൾ വളരെ സക്സസ്ഫുൾ ആയിട്ട്, വളരെ വിജയകരമായ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് കാണുന്നതിൽ വളരെയധികം സന്തോഷമാണ്. ചുരുക്കി പറയുമ്പോൾ ഭിന്നശേഷി എന്നുള്ളത് നമ്മൾ ശാരീരിക പരിമിതികളും പ്രവർത്തന പരിമിതികളും പങ്കാളിത്ത നിയന്ത്രണങ്ങളും ഉൾപ്പെടുന്ന ഒന്നാണ്. ഭിന്നശേഷി എന്ന് പറയുമ്പോൾ ഒരു ശാരീരിക ഒരു അവസ്ഥ മാത്രമല്ല, അതിൽ പല തലങ്ങൾ ഉണ്ട്. ഇപ്പോഴത്തെ നമ്മളൊരു മെഡിക്കൽ മോഡലിൽ നിന്നും അതിനെ മാറ്റി നമ്മളൊരു ശാരീരിക, മാനസിക, സാമൂഹിക മോഡലായിട്ടാണ് കാണുന്നത്. അപ്പൊ ഭിന്നശേഷിയെ പറ്റിയും ഭിന്നശേഷിക്കാർക്കുള്ള അവസരങ്ങളെ പറ്റിയും അവർക്കുള്ള സേവനങ്ങളെ പറ്റിയും എല്ലാം പറയുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തുന്ന തരം സേവനങ്ങൾ ആയിരിക്കണം. ഭിന്നശേഷി ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ദാരിദ്ര്യം, സാമൂഹിക പങ്കാളിത്തം എന്നിവയെല്ലാം ബാധിക്കുന്നുണ്ട്.
എല്ലാവരെയും ഉൾക്കൊള്ളുകയും എല്ലായിടങ്ങളിലും പ്രാപ്യത ഉറപ്പാക്കുകയും ആക്സസിബിലിറ്റി ഉറപ്പാക്കുകയും ശാക്തീകരണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് വഴി ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ അവകാശങ്ങളും ക്ഷേമവും മെച്ചപ്പെടുത്താനും എല്ലാവർക്കും വിവേചനങ്ങളില്ലാതെ തുല്യമായി സമൂഹത്തിൽ പങ്കുചേരാനും സാധിക്കും. റെഫറൻസുകളാണ് കൂടുതൽ കാര്യങ്ങളും WHO വേൾഡ് ലോകാരോഗ്യ സംഘടനയുടെ തലത്തിൽ നിന്നാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പ് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി. ഡോക്ടർ സിന്ധു. ഇനി നമുക്കൊരു ചോദ്യോത്തര വേളയാണ്. പാർട്ടിസിപ്പൻസിന് ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കാനുള്ള അവസരമാണിത്. ചോദ്യം ചോദിക്കാം, മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്താലും മതി. ഞങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് ഉത്തരം നൽകുന്നതാണ്. പാർട്ടിസിപ്പൻസിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. ചോദ്യം ചോദിക്കാം. ചോദിച്ചോളൂ. ഞാനിപ്പോഴാണ് കേറാൻ പറ്റിയത്. ഇപ്പോഴാണ് അതെ, ഇതിൽ ചോദിക്കാൻ പറ്റുമോന്ന് അറിയില്ല. എന്താണ് മുമ്പ് പറഞ്ഞത് ഞാൻ കേട്ടിയില്ല. പക്ഷെ ഞങ്ങൾ കടപ്പുറം പഞ്ചായത്തിലാണ്, ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിലാണ്. അത് അപ്പൊ ഇവർക്ക് ഒരു സ്പെഷ്യൽ സ്കൂള് പഞ്ചായത്തിന്റെ കീഴിൽ വരാൻ വേണ്ടിട്ട് കുറേ ആയി ശ്രമിക്കണ്. അതിനെ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ അതിനൊരു ഇത് കിട്ടണില്ല. മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്ത അപ്പൊ അതിന്റെ റിപ്ലൈ പഞ്ചായത്തിൽ നിന്ന് വന്ന് ഞങ്ങൾ ശ്രമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ഗ്രാമസഭയിലൊക്കെ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവര് ഈ 18 വയസ്സ് കഴിഞ്ഞ മക്കൾക്ക് ഒരു എന്തെങ്കിലും ചെറിയ തൊഴില് പഠിക്കാന്, അതെ ബുദ്ധിവൈകല്യമുള്ളവർക്ക് അപ്പൊ പഠിക്കാന് കാരണം നടക്കണേ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണ മക്കള് അവരിങ്ങനെ വീട്ടിലടച്ചിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ കുട്ടികൾ കുറെ ലോങ് സ്കൂളിലൊക്കെ പോയിട്ടാണ് വരുന്നത്. അപ്പോഴേക്ക് കുട്ടികൾ ആവശ്യതാവുകയാണ്. മണലൂര് അങ്ങനെ ദൂരെയുള്ള സ്കൂളിലൊക്കെയാണ് പോണത്. അപ്പൊ അതിന് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് വല്ല സഹായം ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ള ഒരു എനിക്ക് തോന്നുന്നു സോഷ്യൽ വർക്കേഴ്സ് ആരെങ്കിലും. ഹലോ ഡോക്ടർ. രജിത മാഡത്തിന് ആൻസർ പറയാമോ? രജിത മാഡം ആൻസർ നൽകുന്നതാണ്. ഹലോ അമ്മ, നിങ്ങളുടെ പഞ്ചായത്തിൽ സ്കൂളുകൾ ഒന്നും നിലവിലില്ലെന്നാണോ പറഞ്ഞത്? സ്കൂളില്ല, സ്പെഷ്യൽ സ്കൂള് ഇല്ല, ഞങ്ങളെ പഞ്ചായത്തിൽ ഇല്ല. അത് മിക്ക പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ട്. ഇവിടെ ഇല്ല. ഇവിടെ അവര് പറയണ ഈ ഭാഗത്ത് സ്ഥലം കിട്ടാൻ വഴിയില്ല, ഈ ഭാഗത്ത് അതിനുള്ള സൗകര്യം ഇല്ല, സ്ഥലം കാണിച്ചു കൊടുക്കണമെങ്കിൽ അവര് സ്കൂള് കൂട്ടാ. അപ്പൊ ഞങ്ങളെ ഭാഗത്ത് ഒരുപാട് ഒഴിഞ്ഞു കിടക്കണ പറമ്പുകളും മുതലാളിമാരെ പറമ്പും മറ്റുള്ളതൊക്കെ ഉണ്ട്. അത് അവർക്ക് എടുക്കാനുള്ളതുള്ളോ. പക്ഷെ അത് ഈ ഒരു കാര്യം മാത്രമേ അവർ അവോയ്ഡ് ചെയ്യണ്, അതിന് ശ്രമിക്കണില്ല. അപ്പൊ എന്റെ മോനക്ക് അല്ലെങ്കിലും മറ്റുള്ള ഇനി വരുന്ന കുട്ടികൾക്കെങ്കിലും അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നിരന്തരം ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനത്തെ മക്കളെ പ്രയാസം നമ്മൾ കാണുന്നതാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. സ്കൂളും നിങ്ങളുടെ അടുത്തില്ലെന്നാണോ അമ്മ പറഞ്ഞ? ബഡ് സ്കൂള് അതെ 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 അതെ. എത്ര കിലോമീറ്റർ അകലെയാണ് ഇപ്പൊ സ്കൂളുകൾ ഉള്ളത്? എവിടെ? ഹലോ, കേൾക്കാവോ അമ്മ? ചെറിയ സമയത്ത് ക്ലിയർ കുറവുണ്ട്, പറയും. നിങ്ങളുടെ വീടിൽ നിന്ന് ഒരുപാട് അകലെയാണോ സ്കൂളുകൾ ഇപ്പം നിലവിലുള്ളത്? ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് ഒരുപാട് അകലെയാണ് സ്കൂളുള്ളത്. പിന്നെ ഒരേ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ സ്കൂളുകൾ വന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളിവിടുന്ന് ഇവിടെ ഇല്ല, കടപ്പുറം പഞ്ചായത്തിലില്ല. പക്ഷെ ഇവിടെ മണലൂര് എന്ന് പറയുന്ന തൃശ്ശൂര് അടുത്താണ് ഈ പോണത്, ഈ ഭാഗത്തുനിന്ന് കുട്ടികള്. പിന്നെ കുന്നംകുളത്ത് ഉണ്ടായിരുന്ന ഇപ്പൊ കുന്നംകുളത്ത്
അവിടെ ഇപ്പൊ വലിയ കുട്ടികളെ കൊണ്ടുപോയി കൊണ്ടുവരണം, ദിവസം കൊണ്ടുവരണം. ഇപ്പൊ എന്റെ മോന് വൊക്കേഷണലിയിലാണ്. പക്ഷെ അത് ഇനിയിപ്പോ പോവാനോ വരാനുള്ള ഒരു സൗകര്യം ഇല്ല. എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒന്ന് പോവൂ, ഞാനും കൂടെ പോയിട്ട് വരികയാണ്. അങ്ങനെ ഭിന്നശേഷി ഗ്രാമസഭയിൽ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ഗ്രാമസഭയിൽ കൊടുത്തിട്ടുണ്ടോ? കേൾക്കുന്നില്ലല്ലോ അമ്മ. കേൾക്കാവോ അമ്മ? കേൾക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു അവർക്ക് ഒരു ഭിന്നശേഷി ഗ്രാമസഭയുമായിട്ട് ചേർന്ന് അവിടുത്തെ പഞ്ചായത്തിലെ കൗൺസിലർമാരുമായിട്ടോ മറ്റോ ഡിസ്കഷൻ ചെയ്ത് ഈ പറയുന്ന പറമ്പുകളൊക്കെ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്, സ്ഥലപരിമിതി ഉണ്ടെങ്കിലും. അങ്ങനെയാണെങ്കിൽ അവരെ സമീപിച്ച് അവരിൽ നിന്നൊരു പെർമിഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് സാധ്യമാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള അത് അവര് ലോക്കൽ തലത്തിൽ തന്നെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഒരു കൂട്ടായ്മയോ മറ്റോ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പൊ മാർച്ച് മാസങ്ങളിൽ ഗ്രാമസഭ എല്ലായിടത്തും കൂടുന്നുണ്ട്. ഗ്രാമസഭയിൽ ഒരു റെപ്രസെന്റേഷൻ കൊടുത്താൽ നന്നായിരിക്കും അമ്മ. സിഗ്നൽ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഹലോ പറഞ്ഞോളൂ. മാഡം, എൻ്റെ പേര് റുജോ എന്നാണ്. ഞാനൊരു പഠനവൈകല്യമുള്ള വ്യക്തിയാണ്. അപ്പം ഞാനിപ്പോൾ ഇഗ്നോയിലെ ഡിഗ്രിക്ക് പഠിക്കുവാണ്. അപ്പം നമ്മളെ ഇപ്പം മറ്റുള്ള യൂണിവേഴ്സിറ്റിയിലും UGC സെന്ററിൽ ഗ്രേസ് മാർക്ക് ഉണ്ട്. പക്ഷെ ഞാൻ പഠിക്കുന്ന ഇഗ്നോയിൽ ഇപ്പം ഗ്രേസ് മാർക്കിന്റെ ഓപ്ഷൻ ഇല്ല. അപ്പം അതൊന്ന് വരുത്തായിരുന്നു ഞങ്ങളെപ്പോലുള്ള കുറെ ബെനിഫിഷ്യറി വിദ്യാർത്ഥികൾക്ക് നല്ലതായിരുന്നു ഗ്രേസ് മാർക്ക് ഇഗ്നോയിൽ. രജിത മാഡം ആയിരിക്കും കൂടുതൽ ഇത് ഉത്തരം പറയാൻ പ്രാപ്തിയുള്ള ഒരാള്. എങ്കിലും നിങ്ങളുടെ കോളേജുകളിൽ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ, ഗ്രീവൻസ് കമ്മിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയാണ് അത് സമീപിക്കേണ്ടത്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇത് റെഗുലർ കോഴ്സ് ആണോ ഡിസ്റ്റൻസ് മോഡലിലാണോ നിങ്ങൾ പഠിക്കുന്നത്? ഞാൻ പഠിക്കുന്നത് ഡിസ്റ്റൻസ് മോഡലാണ് മാഡം. റെഗുലർ മോഡലിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഒരു കാര്യം ചെയ്യാൻ പറ്റും, മാം പറഞ്ഞതുപോലെ ഒന്നുകിൽ കോളേജ് റിഡ്രസൽ അതോറിറ്റിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ കമ്മീഷണർ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തിനോ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും. ഹലോ മാഡം. ഹലോ, ചോദിച്ചോളൂ. എന്റെ പേര് സീമ തോമസ് എന്നാണ്. തോളൂര് പഞ്ചായത്തിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ചോദ്യം ചോദിച്ചോളൂ. ഞാനിവിടെ തൃശ്ശൂര് വന്നിട്ട് തോളൂര് പഞ്ചായത്തില് താമസമായിട്ട് 8 വർഷമായി. ഇന്നേ വരെ ഭിന്നശേഷി ഗ്രാമസഭയ്ക്ക് എന്നെ ക്ഷണിച്ചിട്ടോ ഇല്ല. ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ മെമ്പറോടും പ്രസിഡന്റിനോടൊക്കെ ചോദിച്ചു, അപ്പൊ എന്താ എന്നെ വിളിക്കാത്ത, ഭിന്നശേഷി ഗ്രാമസഭ ഇല്ലേ എന്ന് ചോദിച്ചപ്പോ അവരങ്ങനെ ഒരു ഗ്രാമസഭ ഇല്ല, ഉണ്ടാവുമ്പോ മോളെന്നെ വിളിക്കാന്നാണ് പറയണേ. തോളൂർ പഞ്ചായത്ത് അല്ലേ? അതെ അതെ, തോളൂർ ഗ്രാമ. അത് സാമൂഹിക നീതി വകുപ്പിൽ ആണോ അതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ടതെന്ന് തോന്നുന്നു. രജിത മാഡം. ഗ്രാമസഭ ഉള്ളതായിട്ട് ഗ്രാമസഭ കൂടുന്നുണ്ടല്ലോ? ഇല്ല എന്നാണ് അല്ലെ? അപ്പൊ വിളിക്കുന്നില്ല എന്നാണോ? എന്തോ സീമ, ഗ്രാമസഭ ഇല്ല എന്നാണോ പറഞ്ഞത്? അതെ, ഭിന്നശേഷി ഗ്രാമസഭ ഇന്നവരെ കൂടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ശരി ശരി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈക്ക് പഞ്ചായത്താണല്ലോ അല്ലെ? ഇത് പഞ്ചായത്താണല്ലോ അല്ലെ? അതെ, പഞ്ചായത്താണ്. പഞ്ചായത്തിൽ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കണം അത്യാവശ്യമായിട്ട്. ഗ്രാമസഭകൾ കൂടുകയും ഗ്രാമസഭയിൽ ഓരോ ഭിന്നശേഷിക്കാരും അവരുടെ കെയർ ഗീവേഴ്സിനും ഒക്കെ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നൊക്കെ എല്ലാ ബഡ്ജറ്റിലും വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ പഞ്ചായത്തിൽ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കണം.
എനിക്ക് തോന്നുന്നു സിമയ്ക്ക് ദർശന ക്ലബിന്റെ സഹായം എടുക്കാവുന്നതാണ് ഇതിനകത്ത്. ഒരു ഭിന്നശേഷി സംഘടന എന്നുള്ള രീതിയിൽ സംഘടനകളുടെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ നമ്മളതിനെ സമീപിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു നമുക്ക് സൗഹൃദപരമായിട്ടുള്ള ഒരു തീരുമാനം ലഭിക്കാവുന്നതാണ് അല്ലെ? സൗളമ അച്ഛനോടൊക്കെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗത്തിൽ ചിലപ്പോൾ അത് നടക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോ നമ്മുടെ സ്പോർട്സ് ഫോർ ഡിഫറെന്റ്ലി ഏബിൾഡ് ജോയിന്റ് സെക്രട്ടറി ആണ്, കേരള വീൽചെയർ ഫെഡറേഷന്റെ ജോയിന്റ് സെക്രട്ടറി ആണ്. ഞാൻ ചോദിക്കാൻ കാരണം ഉണ്ടായത്, എന്നെ ഇവിടെ സംസ്ഥാനത്തില് ഞാൻ 3 ഗോൾഡ് നേടി. അപ്പൊ നാഷണലിലേക്ക് പോവാൻ ക്വാളിഫൈഡ് ആയതുകൊണ്ട് അപ്പൊ ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് എന്നെ ആദരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ അവരോട് ചോദിച്ചത്. അതെ അതെ. അപ്പൊ അത് ആവശ്യമാണ് എന്നുള്ളത് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കൂ. അവരത് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധ്യത ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസിനെ സമീപിക്കാം. ഓക്കെ, താങ്ക് യു. പിന്നെ എനിക്ക് ഒരു ഡൗട്ടും കൂടി ചോദിക്കാനുള്ളത്, ഇവിടെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതില് എനിക്ക് അരയ്ക്ക് താഴെയാണ് പ്രോബ്ലം ഉള്ളത്, പോളിയോ ഉള്ളത് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. എന്റെ പക്ഷെ ഇടത്തെ കയ്യില് ഷോൾഡർ വിട്ടിട്ടുള്ളതാണ്, അത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അത് റിന്യൂവൽ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഈ ഇടത്തെ കയ്യിന് പ്രോബ്ലം ഉള്ളത് എഴുതാൻ പറ്റും? അതൊരു റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. റിക്വസ്റ്റ് ചെയ്യും. എന്റെ ഭിന്നശേഷിയിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ട് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ബോർഡിന് നമ്മൾ ഒരു എഴുത്തിലൂടെ കൊടുക്കാവുന്നതാണ്. പെർമനന്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ എൻ്റെ അവസ്ഥയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ ഒന്നുകൂടി സർട്ടിഫൈ ചെയ്ത് എല്ലാ പ്രശ്നങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റുണ്ടാവില്ല. ഞാൻ നാഷണലിലേക്ക് പോയപ്പോ അവിടെ ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ അരയ്ക്ക് താഴെയുള്ളത് മാത്രമാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഡോക്ടർ പറഞ്ഞത് നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് 44 കാറ്റഗറി നമുക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്തായാലും വാങ്ങണം. അപ്പൊ അതിന് നേരിട്ടോ അല്ലെങ്കിൽ കത്ത് മുഖേനയോ മെഡിക്കൽ ബോർഡിനെ സമീപിച്ചിട്ട് പുതിയൊരു സർട്ടിഫിക്കറ്റ് എന്തായാലും വാങ്ങണം. അതാണ് നമ്മൾ പറഞ്ഞത്. അവസ്ഥയിൽ മാറ്റങ്ങൾ ചിലപ്പോൾ സംഭവിക്കാം. അപ്പൊ അത് മുമ്പുണ്ടാവാതിരുന്ന ഒരു കാരണമാണ്, പിന്നീട് വന്നിരിക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്താനായിട്ട് ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നതെന്ന് നമ്മൾ എഴുതി ഇവരുടെ ഈ സ്പോർട്സ് അതോറിറ്റിയുടെ ലെറ്ററും വേണമെങ്കിൽ കാണിക്കാം. ഓക്കെ, അപ്പൊ അത് ഹലോ മാഡം, ഞാൻ ആശ്വാസകരണത്തിൽ അപ്ലൈ ചെയ്തിട്ട് 6 മാസം ഇതുവരെ എനിക്ക് ഒരു പൈസ ഫാദറാണ് നോക്കുന്നത്. അപ്പൊ ഇതുവരെ ഫാദറിന്റെ അക്കൗണ്ടിലോട്ട് പൈസ ഒന്നും കിട്ടിയിട്ടില്ല. ആശ്വാസകരണം സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ. നിങ്ങൾ ആശ്വാസകരണത്തിന് അപ്ലൈ ചെയ്തിരിക്കുന്നത് KSSM-ലല്ലേ, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. അപ്പം അവിടുത്തെ അതായത് സ്റ്റേറ്റസ് എന്താണ് പൈസയുടെ എന്നുള്ളത് അവിടെയാണ് അന്വേഷിക്കേണ്ടത്. ഒന്ന്, സർക്കാരിൽ ഇപ്പം കുറച്ച് സ്കീമുകളൊക്കെ പെൻഡിങ് ആയിട്ടുണ്ട്, കുറച്ചൊക്കെ മാർച്ചിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം സ്റ്റേറ്റസ് എന്താണെന്ന് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് അന്വേഷിക്കാൻ പറ്റും. ഹലോ മാം, സംസാരിച്ചോട്ടെ? അതെ, എൻ്റെ മോൻ 75% വിഷൻ ഡിസേബിലിറ്റി ഉള്ള വ്യക്തിയാണ്. അപ്പോൾ അവൻ MSW കഴിഞ്ഞു, ഇപ്പോൾ 2 വർഷമായി. നെറ്റ് കിട്ടിയിട്ടുണ്ട്, പിന്നെ കൗൺസിലിംഗ് കോഴ്സും കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ 2 വർഷമായിട്ട് എംപ്ലോയ്മെന്റ് എന്നെല്ലാം വിളിക്കുന്നുണ്ട്, നമ്മൾ പോകുന്നുണ്ട്, ഇന്റർവ്യൂവിന് പോകും, ഒരുപാട് ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞങ്ങളെ വിളിക്കുന്നില്ല. അപ്പം ഞങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനെ ഡിസേബിലിറ്റീസിനെ വിളിക്കില്ല എന്നുണ്ടോ? ഈ കാറ്റഗറിയിലാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത്? ഭിന്നശേഷി കാറ്റഗറിയിലാണോ ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നത്, അതോ പൊതുവായിട്ടാണോ? ഇല്ല, ഈ നമ്മൾ എംപ്ലോയ്മെന്റ് എന്നെല്ലാം വിളിക്കുന്നത് പൊതുവായിട്ടുള്ള ഒരു ഇതിലാണല്ലോ വിളിക്കുന്നത്. അപ്പൊ ഞങ്ങള് ചിറ്റൂര് താലൂക്കിലാണ്. അവിടെ ഒരു AIDS
ഡ്രഗ്സ് കൺട്രോൾ ആ ഒരു ഇതില് വേക്കൻസി ഉണ്ടായിരുന്നു. എംപ്ലോയ്മെന്റിന് വിളിച്ച് ഞങ്ങൾ പോയി. അവിടെ ആകെ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല സംഭവം. നമ്മൾ ഈ താലൂക്കിന് ഒരാൾ കോഴിക്കോട് നിന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് വിചാരിക്കുന്ന ഇതുപോലത്തെ പിള്ളേരെ അവർ എടുക്കില്ല എന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഗവൺമെന്റ് ജോബ്സ് ഇല്ലേ, അതിന് മാത്രമേ സംവരണമുള്ള ജോബുകൾക്ക് മാത്രമേ ഇവരെ എടുക്കുന്നുള്ളൂ. അങ്ങനെ വല്ലതുണ്ടോ? അങ്ങനെയൊന്നും പാടില്ല. നമ്മളുടെ സാമൂഹിക തലത്തിൽ MSW കഴിഞ്ഞ കൊച്ചാണ്. അതെ, വിവേചനങ്ങൾ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അത് അവരുടെ ഒരു ഇൻഡിവിജ്വൽ തീരുമാനമാവും. അവിടുത്തെ അല്ലെ, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. അതുപോലെ എന്താ പറയുക, ഈ ഡിസബിലിറ്റി ഒഴിവുകളിൽ ഒരുപാട് കോളേജുകളിലൊക്കെ ഓഫീസ് അറ്റൻഡറിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ഞങ്ങൾ പോയി. അവിടെ ആൾക്കാരുണ്ട്, റെക്കമെൻഡേഷൻ എന്താ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ആ കുട്ടിക്ക് ഭയങ്കര നിരാശയായി. കാരണം ഇത്രയും പഠിച്ച് അപ്പൊ ഇനി PhD എടുക്കണം എന്നുണ്ട്. പക്ഷെ ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കണില്ല. കാരണം കാര്യമില്ലല്ലോ പഠിച്ചിട്ട്. അപ്പൊ ഇപ്പൊ 2 വർഷമായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുക, എവിടെ പോയിട്ട് കിട്ടുന്നില്ല. സന്നദ്ധ സംഘടനകളിലോ അങ്ങനെ മറ്റു സംഘടനകളിലോ ശ്രമിച്ചിരുന്നോ? സന്നദ്ധ സംഘടനകളിൽ അങ്ങനെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇത് റിയൽ ഇഷ്യൂ ആണ്. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് മാറ്റം വരുത്താനാണ് നമ്മൾ ഇതുപോലെയുള്ള ടോക്കുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ മാത്രം വിചാരിച്ചാൽ മതിയാവില്ലല്ലോ, അവരും കൂടി അവർക്ക് ഇതിനുള്ള അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെ, ഗവൺമെന്റ് ജോബ് ബോധവൽക്കരണ കോഴ്സുകളാണ് നമ്മൾ കൂടുതലും ഇതിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ കൊണ്ട്. പിന്നീടുള്ളത് നിങ്ങൾക്ക് മറ്റ് സാമൂഹ്യനീതി ഓഫീസിലോ മറ്റോ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ഭിന്നശേഷി കമ്മീഷണർക്കും വേണമെങ്കിൽ അവരോടും അദ്ദേഹത്തിനോടും ഒന്ന് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് സാധ്യതയുള്ള ജോലി സാധ്യതകൾ പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ള പേരിൽ ഒരു എനിക്ക് ക്ലിയർ ആവുന്നില്ല മാം. ഭിന്നശേഷി കമ്മീഷണർക്ക് ഒരു പരാതി നൽകാവുന്നതാണ്. അതൊരു പോസിബിലിറ്റിയാണ്. രജിത മാഡത്തിന് വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടോ? സ്പെഷ്യൽ അല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് തന്നെയാണ്. അത്രയും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമ്മീഷണർക്ക് ഒന്ന് പരാതി കൊടുത്തു നോക്കും. പിന്നെയുള്ളത് നമ്മുടെ ലോക്കൽ സന്നദ്ധ സംഘടനകളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. സന്നദ്ധ സംഘടനകളിലായിട്ടാണെങ്കിലും കുറച്ച് പതുക്കെ ജോലികൾ ചെയ്ത് മറ്റുള്ളവർ അറിയുന്ന രീതിയിലേക്കൊക്കെ അങ്ങനെയുള്ള ജോലികൾ തുടങ്ങിയിട്ട് നമുക്ക് അതിൽ നിന്നും ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളോ ഇതൊക്കെ നമ്മൾ എക്സ്ക്യൂസ് മീ മാം, നമുക്ക് എവിടെയെങ്കിലും ജോലി കിട്ടിയാലല്ലേ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. സന്നദ്ധ സംഘടനകൾ എന്ന് പറഞ്ഞാൽ വ്യക്തിഗത മറ്റ് സംഘടനകളുണ്ടല്ലോ, ജോലിയായിട്ടല്ലാതെ നമ്മൾ സന്നദ്ധ പ്രവർത്തനങ്ങളോ പാലിയേറ്റീവ് സംഘടനകളോ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ആദ്യമേ ഒന്ന് കയറി അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊരു സ്ട്രോങ് സപ്പോർട്ടിങ് ഇതാണ്, നമുക്ക് എവിഡൻസ് ആണ്. നമ്മളിപ്പോ എന്റെ കൂടെ ഇന്നയാൾ വർക്ക് ചെയ്തിരുന്നു, അദ്ദേഹത്തിന് ഇത്രയും കഴിവുണ്ട് എന്ന് മറ്റൊരാളുടെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഫ്രഷർ അല്ല എന്നുള്ള ആ ഒരു തുടക്കക്കാരനല്ല, എനിക്ക് ഇതുണ്ട്, എനിക്ക് ഇതിന് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയാനുള്ള ഒരു സാധ്യത, ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞതാണ് കേട്ടോ. അടുത്തൊക്കെ അങ്ങനെ എന്തെങ്കിലും സംഘടനകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു 2 വർഷം തൊട്ട് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ഇരിക്കുക, കൊച്ചിന് നിരാശയാണ്. കാരണം ഒരു ഇപ്പൊ 27 ഇയേഴ്സായി, 27 വയസ്സായിട്ടുണ്ട്. അപ്പൊ അവൻ അങ്ങനെ വീട്ടിലിരിക്കുമ്പോ ആ കൊച്ചിന് എന്തായാലും വിഷമം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നും കൂടി ഒന്ന് നോക്കണം. പഠിക്കുന്ന കാലത്ത് നമുക്ക് പഠിക്കുകയാണെന്ന് പറയാം. അപ്പൊ പഠിച്ചു കഴിഞ്ഞു, അതും കഴിഞ്ഞു, ഒരു നെറ്റും എടുത്തു അവൻ, പിന്നെ ഒരു കൗൺസിലിംഗ് കോഴ്സും കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതാണ് അവന്റെ വിഷമം. അതിനാണ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ലോക്കലി വർക്ക് ചെയ്യുന്ന സന്നദ്ധ സംഘടനകൾ കുറേയധികം ഉണ്ട് ഇപ്പോഴും. പ്രത്യേകിച്ച് ഭിന്നശേഷി സംഘടനകളും അല്ലാത്ത സാമൂഹിക സംഘടനകളും ഉണ്ട്. അവിടെയെല്ലാം കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വലിയൊരു ശമ്പളം അല്ല അതിനകത്തുണ്ടാവുക, കൂടുതലും ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ ചിലപ്പോഴുണ്ടാവും. അപ്പൊ അതൊന്ന്
ചോദിച്ചു നോക്കുക. കമന്റ് വന്നിട്ടുണ്ട് സെൽഫ് എംപ്ലോയ്മെന്റിനെ പറ്റിയിട്ട് ആലോചിക്കും. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ഹലോ മാം, നമസ്കാരം. എൻ്റെ പേര് മഹ ജയകുമാർ. ഞാൻ അരീക്കോട് ഗ്രാമപഞ്ചായത്തിലാണ് വിളിക്കുന്നത്. എൻ്റെ മോനിന്റെ വയസ്സ് 6 കഴിഞ്ഞ്. അവന് ADHD, ഹൈപ്പർ. ഹലോ, ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ക്ലിയർ അല്ല. ഇപ്പൊ ചോദിച്ച ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ഓഡിബിൾ അല്ല. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചോദിക്കാമോ? ഹലോ, ഞങ്ങക്ക് ക്ലിയർ ആകുന്നില്ല. ഒന്നുകൂടി ഒന്ന് ചോദിക്കാമോ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ കേൾക്കുന്നില്ല. ഒരു കാര്യം ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ ഓഡിബിൾ ആകുന്നില്ല. ഒന്ന് ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാമോ? ടൈപ്പ് ചെയ്യുന്ന ആ ടൈമില് ഡോക്ടർ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ചാറ്റ് ബോക്സിൽ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ലോസ് റിലേറ്റഡ് എന്നാണ്, പക്ഷെ എന്തിന്റെ ലോസ് എന്ന് പറഞ്ഞിട്ടില്ല. മിസ് മെറീന ജേക്കബ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്താൽ നന്നായിരിക്കും. ലോസ് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്ത് ലോസ് എന്ന് പറഞ്ഞിട്ടില്ല. നിയമങ്ങളുടെ ഇനി ഒരു സെഷൻ ഇനി വരും നിഡാസിൽ പ്ലാൻ ചെയ്യുന്ന അപ്കമിങ് നിഡാസിൽ ഉണ്ട് ലോസ് റിലേറ്റഡ് ഒരു സെഷൻ. അടുത്ത ഒരു ചോദ്യം ബിൻസി ചോദിച്ചിരിക്കുന്നത് ഡിസബിലിറ്റി ഒരാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് മെന്റൽ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുമെന്നാണ്. വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഭിന്നശേഷി ആ ഒരു അവസ്ഥ എന്ത് തരം ഭിന്നശേഷി എന്നുള്ളതിനെ തന്നെ അത് അനുസരിച്ചിരിക്കും ക്വാളിറ്റി ഓഫ് ലൈഫിനെയും മെന്റൽ ഹെൽത്തിനെയും ബാധിക്കുന്നത്. ഇതില് ഈ പറഞ്ഞ നമ്മുടെ എല്ലാ സാമൂഹിക ചുറ്റുപാടുകളും പേഴ്സണൽ ചുറ്റുപാടുകളും എല്ലാം വളരെയധികം അതിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു സ്ട്രോക്ക് എടുക്കുവാണെങ്കിൽ, ഒരു സ്ട്രോക്ക് വന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 40കളിലും 50കളിലും ഉള്ളവർക്കാണ് സ്ട്രോക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഡേ ടു ഡേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 45 വയസ്സുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്കാണ് സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നു പോകുന്നത്. അതിനുശേഷം സംഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് തന്നെ മെന്റൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ട്രോമ, മാനസികമായിട്ട് വളരെയധികം പിരിമുറുക്കം ആണ് അപ്പോഴുണ്ടാവുക. ഇനി ഇത് ശരിയാവുമോ? ആള് വീട്ടിലെ ഗൃഹനാഥനാണ്, വരുമാനം കൊണ്ടുവരുന്നത് അദ്ദേഹമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ പ്രോബബ്ലി മാനസിക സമ്മർദ്ദവും മാനസിക പിരിമുറുക്കവും ആയിരിക്കും അനുഭവിക്കാം. അതിനുശേഷം റിക്കവറി വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കംപ്ലീറ്റ്ലി ഫുൾ 100% തിരിച്ചു വന്നില്ലെങ്കിൽ തിരിച്ചു ജോലിക്ക് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം വരുന്നു. ഈ ഒരു സമയത്ത് ഇന്റൻസീവ് റീഹാബിലിറ്റേഷൻ, പുനരധിവാസ സംവിധാനങ്ങൾ ആവശ്യമായി വരും. ചിലപ്പോൾ കിടത്തി ചികിത്സ ആവശ്യമായി വരും, ഇല്ലെങ്കിൽ മറ്റ് തെറാപ്പികൾ ആവശ്യമായി വരും. ഇങ്ങനെയുള്ള ഈ സമയത്ത് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് ഉള്ള പരാധീനതകൾ വന്നു തുടങ്ങും. ഇത് കൂടുതൽ നാളുകൾ നീണ്ടു പോകും തോറും തീർച്ചയായിട്ടും ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മൾ ജീവിച്ചിരുന്ന ആ സാഹചര്യത്തിൽ നിന്ന് താഴോട്ട് വരാനുള്ള സാധ്യതകൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചൊരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം കുറയുമ്പോൾ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അത് അഫക്റ്റ് ചെയ്ത് തുടങ്ങാൻ സാധിക്കും. ഇതിലിപ്പോൾ കൈക്കോ കാലിനോ മാത്രമേ പ്രശ്നമുള്ളൂ എന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു പരിധി വരെ ചിലപ്പോൾ അയാൾക്ക് അതിനെ മറികടക്കാൻ സാധിക്കും.
പക്ഷേ അതേസമയം ചിന്താശക്തിയെയും ഓർമ്മശക്തിയെയും ബുദ്ധിശക്തിയെയും ഒക്കെ ഈ സ്ട്രോക്ക് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എഴുതുവാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു. ഇതൊക്കെ വരുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം പരിമിതപ്പെട്ടു പോവുകയാണ്. ഇതിൽ വ്യക്തിയുടെ മാത്രമല്ല, തീർച്ചയായിട്ടും അവരുടെ ജീവിതം, അവരുടെ ഭാര്യ, മക്കൾ, അങ്ങനെ എല്ലാവരെയും ഇത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഏത് തരത്തിൽ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്, എന്ത് തരം ഡിസബിലിറ്റി, എന്ത് തരം ഭിന്നശേഷിയാണെന്നതിനനുസരിച്ചിരിക്കും. പക്ഷെ തീർച്ചയായും വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കാൻ സാധിക്കും. ചിലപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റിക്കവർ ആവും. പലപ്പോഴും സ്ട്രോക്കുകൾ ചിലപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ വന്ന് തിരിച്ച് അവർ ജോലിയിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കാനിടയില്ല. അപ്പോൾ ഇങ്ങനെയാണ് പല രീതിയിൽ ഇത് അഫക്റ്റ് ചെയ്യാം. പക്ഷെ തീർച്ചയായിട്ടും ക്വാളിറ്റി ഓഫ് ലൈഫിനെയും മാനസിക ആരോഗ്യത്തെയും തീർച്ചയായിട്ടും ബാധിക്കും. എല്ലാ ഭിന്നശേഷികളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുന്നുണ്ട്. മാഡം, അടുത്ത ഒരു ചോദ്യം ദീപ്തി ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഡിസബിലിറ്റി ഉള്ള വ്യക്തികൾ ഫേസ് ചെയ്യുന്ന മേജർ ചാലഞ്ചസ് എന്തൊക്കെയാണെന്നാണ്. നമുക്ക് കൃത്യമായൊരു കണക്കോ സ്റ്റാറ്റിസ്റ്റിക്സോ ഈ കാര്യത്തിലില്ല. അപ്പൊ ഞാനൊരു പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ പേരിൽ, എന്റെ സ്വന്തം അനുഭവങ്ങളുടെ പേരിൽ പറയുകയാണ്. ഏറ്റവും കൂടുതൽ ആക്സസിബിലിറ്റി ആണ് ഒന്ന് നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റാത്തതാണ് ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, ആക്സസിബിലിറ്റി. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രോബബ്ലി മനോഭാവങ്ങളാണ്, സാമൂഹിക മനോഭാവങ്ങളാണ്. നേരത്തെ ചോദ്യം ചോദിച്ച ചേച്ചി പറഞ്ഞതുപോലെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, അവർ വിളിക്കുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കാം? ഇതുകൊണ്ടായിരിക്കാമോ? അവരുടെ മനോഭാവത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാമോ? ഇപ്പോഴും നമ്മൾ ഭിന്നശേഷിയെ ഒരു വ്യത്യസ്തതയോട് കൂടിയിട്ടാണ് കാണുന്നത്. നമ്മളിൽ ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം, നമ്മളും ഭിന്നശേഷിയുള്ളവരായിരിക്കാം, ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിരിക്കാം എന്നുള്ള ആ ഒരു ചിന്താഗതി നമ്മളുടെ എല്ലാ മേഖലകളിലും എത്തിയിട്ടില്ല. എപ്പോഴും ഭിന്നശേഷി അവർക്ക് വരുന്ന ഒരു കാര്യമാണ്, നമുക്ക് വരുന്ന ഒരു കാര്യമല്ല. ആ രീതിയിലുള്ള ഒരു ചിന്താഗതി, സമൂഹത്തിന്റെ ചിന്താഗതിയാണ് ഏറ്റവും കൂടുതൽ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിരിക്കുന്നത്. സംവിധാനങ്ങൾ പതുക്കെ ഉയർന്നുകൊണ്ടുവരുന്നുണ്ട്. ഭിന്നശേഷിയുള്ള പലരും മുൻനിരയിലേക്ക് വന്നത് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. നേരത്തെ സീമയൊക്കെ സംസാരിച്ചപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു വളരെ ആക്റ്റീവായിട്ട് സ്വന്തമായിട്ട് ജീവിക്കുന്ന, സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, സ്വന്തമായിട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന കുറെ വ്യക്തികൾ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോഴും സമൂഹത്തിന്റെ മനോഭാവത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇനിയും വരാനിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു 2 മേജർ പ്രോബ്ലമാണ് നമ്മളുടെ ഇന്ത്യയിലുള്ളത്. സംവിധാനങ്ങളും നിയമങ്ങളും ഉണ്ട്, അതിന്റെ നടപ്പാക്കൽ വരാത്തതും ഈ ഒരു മനോഭാവത്തിന്റെ വ്യത്യാസം കൊണ്ടാവാം. ഇതാണ് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഇത്. ഡോക്ടർ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന മിസ് നസീമ, സ്പെഷ്യൽ സ്കൂളിന്റെ കാര്യത്തിൽ മറുപടി ക്ലിയർ ആയില്ല, മറുപടി പറയാമോ എന്നാണ്. അത് നമ്മൾ ഗ്രാമസഭയുടെ കാര്യവും സോഷ്യൽ ജസ്റ്റിസിൽ കോണ്ടാക്ട് ചെയ്യുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റെന്തെങ്കിലും അറിയാനാണോ, എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനാണോ? ഓക്കെ, അടുത്ത ചോദ്യം മിസ് മോഹുവ ജയകുമാർ ചോദിച്ചിരിക്കുന്നതാണ്. കുഞ്ഞിന് ഓട്ടിസം റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ആളൊരു കേരള നേറ്റീവ് അല്ല, കുഞ്ഞിനെ മാനേജ് ചെയ്യാൻ ഒക്കെ ബുദ്ധിമുട്ടാണ്. ലൈക്ക് എന്ത് ഹെൽപ്പ് കിട്ടാം, ഒരു സപ്പോർട്ട് സിസ്റ്റം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏത് സ്ഥലത്താണ് അവർ താമസിക്കുന്നതിനനുസരിച്ചിരിക്കും. നമുക്ക് നല്ല ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററുകൾ പലയിടത്തും ഉണ്ട്. ഇപ്പൊ തൃശ്ശൂർ തന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്. മെഡിക്കൽ കോളേജിൽ ഏർലി ഇന്റർവെൻഷൻ സെന്റർ ഉണ്ട്. കുറേയധികം പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. DEIC ഡിസ്ട്രിക്ട് ഏർലി ഇന്റർവെൻഷൻ സെന്ററുകളുണ്ട്. ഇവിടെ എല്ലാം സർവീസുകൾ ലഭ്യമാണ്. അതിന് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ ആവശ്യത്തിനുള്ള ഹെൽപ്പ് എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തണം. അതോടൊപ്പം ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യനെ കാണിക്കേണ്ടതാണ് കുട്ടിയെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അസസ്മെന്റ് ഉണ്ടാകാം. NIPM നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ പോലുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. നിഷ് പോലെയുള്ള സംവിധാനങ്ങൾ തിരുവനന്തപുരത്തുണ്ട്.
അപ്പൊ കുറേയധികം സ്ഥാപനങ്ങളും സർവീസുകളും അവൈലബിൾ ആണ്. ഇതിൽ ഏറ്റവും അടുത്ത് നമുക്ക് ലോക്കലി ഏറ്റവും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാവുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുകയാണെങ്കിലാണ് കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ഇത് എളുപ്പമല്ല. ഒരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഡയഗ്നോസിസ് വരുമ്പോൾ തന്നെ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും അമ്മമാർക്കും എല്ലാം ഇത് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ്. ഓരോ ദിവസവും കഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റത്തിനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും കൗൺസിലിങ്ങും സൈക്കോളജിക്കൽ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസും കണ്ടുപിടിക്കണം. നമ്മളതിനെ ആദ്യം തന്നെ അക്സെപ്റ്റ് ചെയ്ത് ഈ അമ്മ ഒരു സെറ്റിൽഡ് ആയാൽ തന്നെ കുട്ടിക്ക് വേണ്ട തെറാപ്പികളും മറ്റു കാര്യങ്ങളും നമുക്ക് സർവീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഏതാണ് ലൊക്കേഷൻ എന്ന് അറിഞ്ഞാൽ ട്രിവാൻഡ്രത്താണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നിഷിൽ തന്നെ പോകാമെന്ന് തോന്നുന്നു അല്ലേ സംഗീത? ട്രിവാൻഡ്രം നരിയൻകോട് പഞ്ചായത്താണ്. അതെ അതെ, ട്രിവാൻഡ്രം ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ നിഷിന്റെ കോൺടാക്ട് നമ്പർ വന്നിട്ടുണ്ടാവും. നിഡാസ് ടീമിന്റെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാല് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതാണ്. ഇത് തുടർച്ചയാണ്. ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താവുന്ന ഒരു പ്രോബ്ലം അല്ല. ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആദ്യം വരണം. നമ്മളിതിനെ മനസ്സിലാക്കിയിരിക്കണം. എനിക്കിതുമായിട്ട് ജീവിക്കണം, പൊരുത്തപ്പെടണം. അപ്പോൾ എങ്ങനെ അതിനുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, 1 by 1 ആയിട്ട് നമ്മളതിനെ ഓരോ ഇഷ്യൂസിനെയും ടാക്കിൾ ചെയ്താലാണ് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുക, ശ്രമിക്കണം, നിഷിലെ കോണ്ടാക്ട് ചെയ്യണം. പറയുന്നത് പോലെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന അപ്പോയിന്റ്മെന്റ് ഒരു ദിവസം മുടങ്ങുകയോ ഒക്കെ ചെയ്തിരിക്കും. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ്ലി അങ്ങ് വിട്ടുകളയരുത്. പലപ്പോഴും പല അമ്മമാർക്കും ഒക്കെ സംഭവിക്കുന്നതാണ്. പറഞ്ഞ സമയത്ത് ചിലപ്പോൾ പോകാൻ പറ്റിയില്ല, എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നു, 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ്, തീർച്ചയായിട്ടും 3 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടിയും തിരിച്ചു ഫോളോ അപ്പിന് പോകണം. വീണ്ടും കാര്യങ്ങൾ അതിനൊരു മുടക്കം സംഭവിക്കാതെ തുടർച്ചയായിട്ട് ഇതിന് വേണ്ടുന്ന സപ്പോർട്ടുകൾ എടുത്തുകൊണ്ടേയിരിക്കണം. ഡോക്ടർ, ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. മാത്യു ചോദിച്ചിരിക്കുന്നത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസില് അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് റിലേറ്റഡ് സ്കീംസിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? രജിത മാഡം ആഡ് ചെയ്യണോ ഡോക്ടർ? രജിത മാഡം അല്ലേ കുറച്ചും കൂടി നന്നായിട്ട് പറയാൻ പറ്റുക കറക്റ്റ് ആയിട്ട്. സർ, നമുക്ക് RPWD ആക്ടിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ നാഷണൽ ട്രസ്റ്റിന്റെ ആക്ടിന്റെ ബേസിസിലും ഓട്ടിസം, CP, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആൻഡ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ളവർക്കായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം അവൈലബിൾ ആണ്. നിരാമയം എന്നാണ് ആ ഇൻഷുറൻസ് സ്കീമിന്റെ പേര്. എനിക്ക് മനസ്സിലായത് സർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ചോദിച്ചതെന്നാണ്. അത് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ മെഡിക്കൽ ബോർഡിന്റെ അടിസ്ഥാനത്തില് നമുക്ക് അക്ഷയ വഴി നിരാമയ സ്കീമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എല്ലാ വർഷവും ഏപ്രിൽ മാസം മുതൽ മാർച്ച് മാസം വരെയാണ് നമുക്ക് സ്കീം അവൈലബിൾ ആവുന്ന ഒരു 1 year പീരീഡ്. അപ്പൊ ഇപ്പം മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ആൾക്കാരാണെങ്കിൽ റിന്യൂവലിനോ ഉള്ള സാധ്യത ഉള്ള സമയമാണ്. മാഡം, ഒരു ചോദ്യം കൂടെ, നേരം വൈകുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞില്ല സ്പെഷ്യൽ സ്കൂളിൽ ഇപ്പൊ സാമൂഹ്യനീതി വകുപ്പിന്റെ ഇതിൽ ഞാൻ വർക്കിംഗ് ഗ്രൂപ്പിലുണ്ട്, പഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പിലുണ്ട്. അപ്പൊ നിരന്തരം അതിൽ എഴുതി കൊടുക്കുക, ആവശ്യപ്പെട്, ഗ്രാമസഭകളിൽ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യണുണ്ട്. അപ്പൊ അതിന് ഇതുവരെ അവർ കറക്റ്റായ ഒരു മറുപടി തന്നിയില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും ഇടപെടാൻ പറ്റുമെന്ന് ഉള്ള ഒരു ഇതാണ് ചോദിക്കുന്നത്. പിന്നെ രണ്ടാമത്, ഞാൻ ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ സാധാരണ എഴുതി കൊടുക്കാറുള്ളത്, സാധാരണ പേരൻസ് ഈ മാനസിക വെല്ലുവിളി ഓട്ടിസം ബാധിച്ച മക്കളെ പേരൻസ് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തകർന്നവരാണ്. അപ്പൊ അവർക്ക് ഒരു കൗൺസിലിങ് ക്ലാസ് വർഷത്തിൽ ഒരിക്കലെങ്കിലും കൊടുക്കണമെന്ന് നിരന്തരം എഴുതി കൊടുക്കാറുണ്ട്. അത് എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിലൊക്കെ അങ്ങനെ ഒന്ന് ഒരു ഇത് ചെയ്യണത് നല്ലതല്ലേ? കാരണം ഒരുപാട് പേര് മാനസികമായിട്ട് ഭയങ്കര ഇവരെ വിഷമങ്ങളൊക്കെ കണ്ടിട്ട് മാനസികമായിട്ട് തകർന്ന് വീട്ടിൽ നിന്ന് ചിലപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഇരിക്കണമായിരുന്നു. അപ്പൊ ഞാൻ ഒരുപാട് ആളുടെ വിഷമങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. പിന്നെ എന്റെ വിഷമം എനിക്ക് സ്വയം അറിയാം. അപ്പൊ ആ ഒരു നിലക്ക് ഞാൻ പറഞ്ഞതാണ്. അതൊക്കെ ഒന്ന് നടപ്പിലാക്കിക്കൂടെ?
ഇത് നടപ്പിലാക്കാനുള്ള അതാണ് എല്ലാ വർക്കിംഗ് ഗ്രൂപ്പുകളിലും പോകുന്നുണ്ടെന്ന് പറഞ്ഞ പല തീരുമാനങ്ങളും ഈ വർക്കിംഗ് ഗ്രൂപ്പുകളിലെ സജഷൻസ് ആണ് പഞ്ചായത്തുകളും പഞ്ചായത്ത് മെമ്പർമാരും കൗൺസിലർമാരും പ്രസിഡന്റും ഒക്കെ ചെയ്യുന്നത്. അപ്പോ ഈ ഒരു പഞ്ചായത്തിലേക്ക് അകത്തേക്ക് കയറി കൂടാനോ അല്ലെങ്കിൽ അതിലുള്ള ഒരാളെ സ്വാധീനിക്കാനോ, പിന്നെ ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും നിങ്ങൾക്ക് ആ സ്ഥലം തരാൻ തയ്യാറാണെങ്കിൽ അത് നമ്മളായിട്ട് സംസാരിച്ച് അവരത് അങ്ങോട്ട് ഓഫർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കാം. ഓരോ അവിടെയുള്ള വ്യക്തികളായിരിക്കുമല്ലോ അതിന് തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഇന്നത് ചെയ്താൽ ഇത് നടക്കും എന്ന് എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കൂ. അല്ല അതെ സംഘടനകള് വഴി തന്നെ അങ്ങനെ ആയിട്ട് പഞ്ചായത്തുകളിലൊക്കെ ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾ ചെയ്യേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റും ആണ്. ഇപ്പം ഇവിടെയൊക്കെ എഴുതി കൊടുക്കാറുണ്ട്. പഞ്ചായത്തിലൊക്കെ നല്ല രീതിയിൽ ബഡ്സ് സ്കൂളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിലിപ്പോ പലപ്പോഴും അമലയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അമല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പൊ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ തെറാപ്പിസ്റ്റുകൾ പോകുന്നുണ്ട് അവിടെ സ്കൂളിൽ. അപ്പൊ അവര് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ടും ഇതുപോലെ തന്നെ സ്ഥലം ഒരാൾ ഡൊണേറ്റ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഈ ഉള്ളിൽ നിന്ന് ഞാൻ പറയുന്നത് ഒരാളല്ലാണ്ട് കുറെ പേര് ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നടക്കും. അപ്പൊ അതിന് ഈ പഞ്ചായത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടും അതിൽ പറയാനായിട്ടും സ്ട്രോങ് ആയിട്ട് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്ഥലം ഈ മക്കളെ 18 വയസ്സ് കഴിഞ്ഞ് 20 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണവരാണ്. അവര് ബോറടിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു മാനസിക പിരിമുറുക്കുണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത. തീർച്ചയായിട്ടും കാരണം ഇതിന്റെ മറുവശം കാണുന്നതാണ്. വേലൂർ പഞ്ചായത്തില് ഈ പറഞ്ഞ ബഡ്സ് സ്കൂളില് കുറേ അധികം കുട്ടികൾ വളരെ നല്ല രീതിയിൽ അവരത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്കൂളുകൾ തുടങ്ങിയാൽ കുറെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നല്ല വൊക്കേഷണൽ പ്രോഗ്രാമുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട്, മാതൃകാപരമായിട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡോക്ടർ, നമുക്കൊരു മറ്റൊരു ക്വസ്റ്റ്യൻ, ഇനി സ്പെഷ്യൽ PSC തുടങ്ങാനായിട്ട് പോസിബിലിറ്റി ഉണ്ടോ എന്നാണ്. പല ഡിസ്കഷനുകളും ഇതിനെപ്പറ്റി നടന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഇപ്പോൾ ഞാൻ സർക്കാർ സംവിധാനത്തിലല്ലാത്തത് കൊണ്ട് ലേറ്റസ്റ്റ് അതിൻ്റെ അവസ്ഥ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയില്ല. അതിനെപ്പറ്റി പലപ്പോഴും ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്തായാലും അത് സർക്കാർ തലത്തിൽ നിന്നാണ് വരേണ്ടത്. അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഒരു സ്പെഷ്യൽ PSC ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് മാത്രമേ അറിയുള്ളൂ. അത് പോസിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇപ്പോഴത്തെ അവസ്ഥ അതിന്റെ എന്താണ്. തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഡോക്ടർ, മറ്റൊരു ചോദ്യം, 18 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് റീഹാബിലിറ്റേഷൻ പോസിബിൾ ആണോ എന്നാണ്. എന്ത് റീഹാബിലിറ്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്? ക്ലിയർ അല്ല, സ്പെസിഫൈ ചെയ്തിട്ടില്ല. എല്ലാവർക്കും റീഹാബിലിറ്റേഷൻ എല്ലാവർക്കും പോസിബിൾ ആണ്. പുനരധിവാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വ്യക്തിയുടെ കഴിവുകൾ എന്താണോ അതിന് അനുസൃതമായിട്ടുള്ള പ്രക്രിയകളാണ്. അപ്പൊ അത് ഏത് പ്രായത്തിലും ഏത് ഡയഗ്നോസിസിനും പോസിബിൾ ആണ്. അവരുടെ കഴിവുകളെ അനുസരിച്ചിരിക്കും എത്രത്തോളം അവർക്ക് അതുകൊണ്ടുള്ള ഉപകാരം അല്ലെങ്കിൽ അതുകൊണ്ട് എത്രത്തോളം സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കും എന്നത് അവരുടെ അന്നത്തെ നമ്മൾ കാണുമ്പോഴുള്ള ശാരീരിക അവസ്ഥയും മാനസികാവസ്ഥയും അനുസരിച്ചിട്ടാണ് ഇരിക്കുക. സോ ഇതാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും ഒരു സുന്ദരമായ ഒരു കാര്യം എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത്. ആർക്കും എപ്പോൾ വേണമെങ്കിലും സാധിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ എത്രത്തോളം അവർ സ്വയം പര്യാപ്തരാകാൻ അവർക്ക് സാധിക്കും എന്നുള്ളത് അവരുടെ ശാരീരികാവസ്ഥയും അവരുടെ കഴിവുകളെ ആശ്രയിച്ചിട്ടിരിക്കും. ഇപ്പോൾ CP പോലെയുള്ള കുട്ടികളുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതെല്ലാം കറക്ഷൻ, അതായത് ഡിസബിലിറ്റി കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതെല്ലാം 5 വയസ്സിനോ 6 വയസ്സിനോ മുൻപ് ചെയ്താലാണ് കൂടുതലായിട്ടും ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇൻഡിപെൻഡൻസ് കിട്ടാനുള്ള സാധ്യതകൾ. പക്ഷെ 18 വയസ്സുള്ള കുട്ടിക്ക് അന്നത്തെ അവസ്ഥ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള പുനരധിവാസം സാധ്യമായിരിക്കും. ഡിപ്പെൻസ്, അതിന് എത്രത്തോളം അവരുടെ കഴിവുകൾ ഉണ്ടെന്നുള്ളതിനനുസരിച്ചിരിക്കും. ഡോക്ടർ, കോണ്ടാക്ട് നമ്പർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. കോണ്ടാക്ട് നമ്പർ നമ്മുടെ സ്ക്രീനിൽ കാണാം. ഇന്ന് സെഷൻ എടുത്ത ഡോക്ടർ സിന്ധുവിന്റെയും നിഡാസ് ടീമിന്റെയും കോണ്ടാക്ട് നമ്പർ സ്ക്രീനിൽ വരുന്നുണ്ട്, അത് നോട്ട് ചെയ്യാം.
പിന്നെ ഒരു പാർട്ടിസിപ്പന്റ് നമുക്കൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് ഒരു വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററിനെ കുറിച്ച്. അവിടെ കോൺടാക്ട് ചെയ്യാം. ഒരു കോൺടാക്ട് നമ്പറും കൂടി ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. ആവശ്യമുള്ള പാർട്ടിസിപ്പൻസിനെ നോട്ട് ചെയ്യാം. വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ ഫോർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് വിമൻ. നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മൾ ചാറ്റ് ബോക്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസും കൂടി അറ്റൻഡ് ചെയ്യാനുള്ള ടൈം ഉണ്ട്. ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നതാണ്. നമ്മളൊരു PSC ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു PSC സ്പെഷ്യൽ PSC ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. അപ്പൊ അത് സർക്കാർ തുടങ്ങിയതായിരുന്നു. പക്ഷെ അത് 1 വർഷം കഴിഞ്ഞിട്ട് അതിപ്പോ നിർത്തിമട്ടാണ്. അപ്പൊ അത് തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി ജോലി സാധ്യതകൾ കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഞാൻ സർക്കാർ സംവിധാനത്തിലുള്ള ഒരാളല്ല. ഞാനിപ്പോൾ പ്രൈവറ്റ് സെക്ടറിലാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത്. കുറച്ച് NGO സന്നദ്ധ സംഘടനയിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കറക്റ്റ് സ്റ്റാറ്റസ് എനിക്ക് ഇപ്പോഴത്തെ അറിയാൻ കഴിയില്ല. തീർച്ചയായിട്ടും അതിന് സ്പെഷ്യൽ PSC ഉണ്ടെങ്കിൽ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെ കരുതുന്നു. ഹലോ മാം, ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. മാം, അതായത് ഇപ്പൊ ഞാൻ ചോദിച്ചല്ലോ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് റീഹാബിലിറ്റേഷൻ പോസിബിൾ ആണോ എന്ന് ചോദിച്ചു. അവരുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോസിബിലിറ്റി ഉള്ളതെന്ന് മാം പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ചോദ്യം നിൽക്കുന്നു, തീരെ സിവിയറായ കുഞ്ഞുങ്ങളെ നമ്മൾക്ക് എങ്ങനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും? അതായത് ഗേൾസിന് നമുക്ക് അങ്ങനത്തെ ഒരു പ്രൊവിഷൻസ്, അങ്ങനെ ഒരു സ്ഥലം ഇല്ല. അതിനുള്ള ഫെസിലിറ്റീസ് എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞാൽ നന്നായിരുന്നു മാം. മാഡം, ഈ ഒരു ചോദ്യത്തിന് നമ്മളൊരു പാർട്ടിസിപ്പന്റ് ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണാമോ ചാറ്റ് ബോക്സില്? ട്രെയിനിങ് സെന്റർ അല്ലേ? ചാലക്കുടി വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ. അത് ഓക്കെ. എനിക്കതല്ല ഒന്നും അറിയേണ്ടത്. കാരണം ഇൻഫീരിയോറിറ്റി ഉള്ള കുട്ടികളെ നമ്മൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും? സാമൂഹിക സംവിധാനങ്ങൾ തന്നെ അതിന് വേണ്ടി വരും. പേഴ്സണലും അല്ലാത്തതുമായിട്ടുള്ള സംവിധാനങ്ങൾ തന്നെ വേണ്ടി വരും. അപ്പൊ എനിക്ക് മനസ്സിലായത്, സോറി ഇടയ്ക്കൊരു കോള് വന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മിസ്സായി. എനിക്ക് മനസ്സിലായിടത്തോളം സിവിയർ ഡിസബിലിറ്റി ഉള്ള പെൺകുട്ടികളാണ്, അവരുടെ സുരക്ഷയെ പറ്റിയിട്ടാണ് ചോദ്യം അല്ലേ? അതെ അതെ മാം. അതെ, തീർച്ചയായിട്ടും സംവിധാനങ്ങൾ ഉണ്ടായി വരണം. ഏറ്റവും ആദ്യം വീടിനുള്ളിൽ തന്നെയുള്ള സുരക്ഷയും, ഒരാളുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളും. ഇതൊരു വളരെ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഒറ്റ വാക്കിലോ ഒറ്റ വാചകത്തിലോ ഉത്തരം പറയാൻ സാധിക്കാത്ത ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. കാരണം ഞാനിപ്പോ സ്പെഷ്യൽ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്നോട് ഒരുപാട് ചോദിക്കുന്ന ചോദ്യമാണിത്. നമ്മുടെ ഇപ്പോ കുട്ടികളെ എബോവ് 47 വരെയുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ട്. അത് കഴിഞ്ഞാൽ പാരന്റ്സ് തീരെ ഏജ്ഡ് ആയി കഴിയുമ്പോൾ അവര് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നൊരു ക്വസ്റ്റ്യൻസ് എന്റെ നേരെ നിൽക്കുന്നുണ്ട്. അതെ, പല സംവിധാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അസിസ്റ്റഡ് കമ്മ്യൂണിറ്റി ലിവിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ കുറച്ച് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അസിസ്റ്റഡ് ലിവിംഗ് എന്നാണ് അതിന് പറയുന്നത്. അവനാവശ്യമായിട്ടുള്ള സഹായം സർക്കാർ തന്നെ നിയമിച്ചിട്ടുള്ള ആളുകൾ വഴി നടത്തുന്നുണ്ട്. ഇതിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കുമുള്ള ബോധവൽക്കരണമാണ് ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ എന്റെ ടോക്കിലും പറഞ്ഞു, പലപ്പോഴും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഭിന്നശേഷിയെ പറ്റി ഒരു ധാരണയില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് പലപ്പോഴും ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിലോട്ട് വരുന്ന എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും കൊടുത്ത് ഒരു ശാക്തീകരിക്കപ്പെട്ട ഒരു സമൂഹം ആയിരിക്കണം ഇത് പ്രവർത്തിക്കേണ്ടത്. എന്നിട്ടാണ് ഇതിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ അറിവിൽ കുറേയധികം രക്ഷിതാക്കളുടെ സംഘടനകൾ ഇന്നുണ്ട്. ഈ അസിസ്റ്റഡ് ലിവിങ്, ഇപ്പൊ ഞങ്ങളുടെ കാലശേഷം ഞങ്ങളുടെ കുട്ടികളെ ആര് നോക്കും എന്നിട്ടുള്ള രീതിയിൽ പല പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ ഇതെങ്ങനെ ഉറപ്പുവരുത്തുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എങ്ങനെയാണ് ഇത് ഉറപ്പുവരുത്തുക. തീർച്ചയായിട്ടും ഒരു വ്യക്തി
ഒരു വിചാരിച്ചാലും ചിലപ്പോൾ ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോണിറ്ററിങ്, ഞാനും പേഴ്സണലി ഇതുപോലെ ഒരു സംവിധാനത്തിൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അപ്പൊ എപ്പോഴും ഈ ചോദ്യം വരുന്നത് ഇതാണ്, ഇതാര് നടത്തിക്കൊണ്ടു പോകും, എത്ര നാൾ നമുക്ക് നടത്താൻ പറ്റും, ഇതിന്റെ സാമ്പത്തിക ബാധ്യതകൾ എത്രത്തോളം ആയിരിക്കും. തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷെ നടത്തിക്കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകളാണ്. എല്ലാവരും ഒരു ആവേശത്തോടു കൂടി തുടങ്ങുന്ന പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് കുറെ വീടുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ആക്സസിബിൾ ആയിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കി അതുവരെ നമുക്ക് എളുപ്പമാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് ഇത് തുടർന്നു കൊണ്ട് പോകാനും ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ ആരേറ്റെടുക്കും എന്നൊക്കെയുള്ള കാര്യം. ഇപ്പൊ പുറം രാജ്യങ്ങളിൽ പലപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞ കാനഡയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു, അവിടെയെല്ലാം ഈ അസിസ്റ്റഡ് ലിവിങ് ഉണ്ട്. ഗവൺമെന്റ് തന്നെയാണ് ഒരു പരിധി വരെ അതിനെ നിയന്ത്രിക്കുന്നത്. നിയമങ്ങളെല്ലാം ഗവൺമെന്റിന്റെയാണ്, പക്ഷെ നടത്തുന്നത് പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്. അവിടെയെല്ലാം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അഡ്മിഷൻ ഉണ്ട്. ഈവൻ സിവിയർ മെഡിക്കൽ നീഡ്സ് ഉള്ളവർക്ക് പോലെ, ഇപ്പോൾ വെന്റിലേറ്റർ ഉള്ളവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അതൊരു വികസിത രാജ്യമാണ്, ഡെവലപ്ഡ് കൺട്രിയാണ്, അവിടെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള സംവിധാനങ്ങൾ വരണം. സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് അതിന്റെ തുടക്കം തീർച്ചയായിട്ടും കുറിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കോ മറ്റോ ആണ് തുടങ്ങിയിരിക്കുന്നത്. സർക്കാരിന്റെ കീഴിൽ അതിന് 10-15ഓളം പേരുടെ അസിസ്റ്റഡ് ലിവിങ് സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. ഇൻ ഫ്യൂച്ചർ നമുക്ക് തീർച്ചയായിട്ടും ഭാവിയിൽ പ്രതീക്ഷിക്കാം. ഇതിൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ നമ്മളൊരു 10 പേരോട് കൂടുതൽ നമ്മൾ ഈ അറിവ് പകർന്നു കൊടുത്ത് അങ്ങനെയൊരു അവെയർ കമ്മ്യൂണിറ്റിയെ, വളരെ ബോധവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം നമുക്കുണ്ടാവുകയാണെങ്കിൽ അന്ന് നമുക്കിത് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ടാവും. ഇന്ന സ്ഥലത്ത് നമുക്ക് ആക്കാം, അവിടെ സേഫാണ് കുട്ടി, അവിടെ ഒരു പ്രശ്നവും സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാം. നിലവിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നാണ് എൻ്റെ വിചാരം. കുറെ പ്രൈവറ്റ് സ്ഥാപനങ്ങളും പാലിയേറ്റീവ് സംഘടനകളും ഒക്കെ ഉണ്ട്. ഹലോ, മേഡം, എന്റെ മകന് നിരമായ ഇൻഷൂർ കിട്ടിയത് ഇപ്പൊ കിട്ടുന്നില്ല. ഒരു 2 കൊല്ലായി ക്യാൻസലായിട്ട്. അവര് പറഞ്ഞപ്പോ ഇനി തരാൻ പറ്റില്ല എന്നാ പറയുന്നത്. അതിന്റെ അഭിപ്രായം എന്താണ്? അതിന്റെ വിശേഷം ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ സർ? നിരാമയ ഇൻഷുറൻസ് ഇപ്പൊ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. നിരമായ ഇൻഷൂർ ഇപ്പൊ കിട്ടുന്നില്ല. എന്തുകൊണ്ടാ സർ? അതെന്താന്ന് എനിക്കറിയില്ല. മെസ്സേജ് വരുന്ന ഒരു ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഡ്യൂ ആണ്, അത് ഞങ്ങൾക്ക് ഇപ്പൊ തരാൻ പറ്റില്ല പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു. വേറെ ഒന്നും അവര് പറയുന്നില്ല. വീണ്ടും ഞാന് മകന്റെ ബില്ലൊക്കെ അയച്ചു കൊടുത്തു, മെഡിസിന്റെ ബില്ലൊക്കെ അയച്ചു കൊടുത്തു. അവര് അതിന് റിപ്ലൈ തരുന്നില്ല, തിരിച്ച് റിട്ടേണും വരുന്നില്ല, അവര് തരുന്നില്ല. നിങ്ങളെ നേരമായ ഞങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല. അപ്പൊ വേറെ അന്വേഷിച്ചപ്പോഴും അവര് പറയുന്നത് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണെന്ന്. അപ്പൊ അത് ക്യാൻസലാണ്. ഞങ്ങൾ അത് പ്രൈവറ്റ് ഇൻഷുറാന്നാ പറയുന്നത്, ഗവൺമെന്റ് അലോട്ടിൽ ഉള്ളതല്ല. കുറെ കിട്ടിയതാ, കുറച്ചൊക്കെ വന്നതാ. ഒരു കൊല്ലം 2 കൊല്ലമൊക്കെ ആകുമ്പോ വരെ 2 കൊല്ലം വരെ കിട്ടി. പിന്നെ കിട്ടിയിരുന്നില്ല. ഇപ്പൊ ക്യാൻസലായിട്ട് 2 കൊല്ലായി. അപ്പൊ സ്വന്തം കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് മരുന്ന് മേടിക്കാം മകന്. നിരാമയുടെ കൊല്ലം ഓഫീസുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്? കൊല്ലം അതന്നെ, കൊല്ലമായിട്ട് തന്നെ ബന്ധപ്പെട്ടു. ഞങ്ങള് വിളിച്ചു. അപ്പൊ അവര് എടുക്കുന്നില്ല. അവര് വേറെ നമ്പർ തരുന്നത്, അവര് ചീറ്റ് ചെയ്യാണ്. അവര് അതിന് ശരിക്കുള്ള റിപ്ലൈ തരുന്നില്ല. കൊല്ലത്ത് തന്നെ, അതന്നെ കൊല്ലം ഓക്കെ. അതിന്റെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഇൻഷുറിന്റെ എല്ലാ പേപ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതന്നെ കൊല്ലം ശരി. അവരായിട്ട് എഴുതി അങ്ങോട്ട് പരാതി എഴുതി അയച്ചു, അതിന് റിപ്ലൈ ഇല്ല. പിന്നെ മെഡിസിന്റെ ബില്ല് അയച്ചു കൊടുത്തു, അതിന് മറുപടി ഇല്ല. അവരിപ്പോ തരുന്നില്ല, ഞങ്ങളുടെ ഇൻഷുർ ക്യാൻസലാണ് എന്നാ പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും റീസൺ കാരണം എന്താ ചോദിച്ചപ്പോ അതിലൊന്നും മറുപടി ഇല്ല. അതന്നെ കൊല്ലായിട്ട് ബന്ധപ്പെട്ടു, ഫോൺ വിളിച്ചു. പക്ഷെ അവര് വേറെ ആളെ വിളിക്കാൻ പറഞ്ഞു. ആള് ഒരു വയലന്റ് ആയിട്ടുള്ള വർത്താനം പറഞ്ഞു. നിങ്ങൾ എന്താ ചെയ്യണം? അതാണ് സാർ ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞതാണ്. ഇതിന് വയലന്റ് ആവണ്, എന്റെ മകന് ഒരു പ്രോബ്ലം ഉള്ളതാണ്, ഓട്ടീസം ഉള്ളതാണ്. അപ്പൊ അവന് അത് അപ്പുറത്ത് ഞങ്ങളല്ല മറ്റവരാണെന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ നമ്പറാണ് തന്നത് പറഞ്ഞു. അയാൾ പറഞ്ഞു ഞാൻ അതിൽ പെട്ടതല്ല. പിന്നെ ഞാൻ ഒഴിവാക്കി. നമ്മള് എക്സ്ക്യൂസ് മീ, സാറിന്റെ കോൺടാക്ട് നമ്പർ ഒന്ന് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇടാമോ? ഞങ്ങൾ ഓക്കെ താങ്ക് യു. ഹലോ
നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ കൂടെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ, ചോദിച്ചോളൂ. ഹലോ, എന്റെ പേര് വൈഷ്ണവി. ഞാൻ MG യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഡിസബിലിറ്റി സോഷ്യൽ വർക്കർ ആയിട്ട് കോഴ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ PHSC പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയിട്ടുണ്ടായിരുന്നു ഫീൽഡ് വിസിറ്റിനായിട്ട്. അപ്പൊ അവിടെ ഞങ്ങള് ഈ ഡിസബിലിറ്റി സോഷ്യൽ വർക്കർ ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ടാണ് നമ്മൾ ചേർന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ ഡിസബിലിറ്റിയെ കുറിച്ച് യാതൊരു ധാരണയും അവർക്കുണ്ടായിരുന്നില്ല. നമ്മൾ അങ്ങോട്ട് ചോദിച്ചു, സോഷ്യൽ വർക്കർ ഉണ്ടോ, എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനം, ഇങ്ങനെ ഡിസബിലിറ്റി ഉള്ള ആളുകളെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് യാതൊരു ഐഡിയ ഇല്ല. 21 ഡിസബിലിറ്റി ഉണ്ടെന്ന് പോലും അവർക്ക് അറിയില്ല. അപ്പം നമ്മളിപ്പോലുള്ള ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് എങ്ങനെയുള്ള ഇതിനെ എന്ത് ഇനീഷ്യേറ്റീവ് അവർ എടുക്കാൻ പറ്റില്ല. അവരിങ്ങോട്ട് അഭ്യർത്ഥിച്ചു, നിങ്ങളെപ്പോലുള്ളവരുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോബ് എന്ന് അവർ പറഞ്ഞു. അവർക്ക് ഇന്റർവെൻഷനെ കുറിച്ചോ അല്ലെങ്കിൽ ആശാവർക്കർമാരുണ്ടെങ്കിൽ പോലും അവർക്ക് അങ്ങനത്തെ ധാരണ ഇല്ല. വ്യക്തമായിട്ട് ഇതിനെ കുറിച്ച്, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നോ ഭാവി ജീവിതം അവരെ എങ്ങനെ ബാധിക്കുന്നോ ഒന്നും അവർക്ക് വ്യക്തമായിട്ട് അറിയില്ല. സോ ഇതിന് എന്ത് ഇനീഷ്യേറ്റീവ് അവർക്ക് എടുക്കാൻ പറ്റുക? ഇതാണ് റിയാലിറ്റി. ഇത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ നിന്നല്ല, ഒരു മെഡിക്കൽ കാരണം തുടക്കത്തിൽ ഡിസബിലിറ്റി മെഡിക്കൽ മോഡൽ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഒരു മെഡിക്കൽ പ്രൊഫഷണലും പോലും ഡിസബിലിറ്റിയെ പറ്റി പഠിക്കുന്നില്ല. അവരിങ്ങോട്ടാണ് പറയുന്നത് ആക്ച്വലി നമുക്ക് നിങ്ങളെ പോലുള്ളവരുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന്. അതെ, ഇതിന് ചേഞ്ച് വരുത്താനായിട്ട് ഒരു 3 വർഷം മുമ്പ് നാഷണൽ മെഡിക്കൽ കൗൺസിൽ എല്ലാ MBBS കോഴ്സുകളിലും ഇത് ഡിസബിലിറ്റിയെ പറ്റിയുള്ള പഠനം നിർബന്ധമാക്കിയിരുന്നു. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റും അതിന്റെ സംവിധാനങ്ങളും എല്ലാ മെഡിക്കൽ കോളേജിലും ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് 1 വർഷം കഴിഞ്ഞിട്ട് അവരത് വിഡ്രോ ചെയ്തു. അപ്പൊ ഇപ്പൊ വീണ്ടും മെഡിക്കൽ കരിക്കുലത്തിൽ നിന്നല്ല ഒരിടത്തും വീണ്ടും ഡിസബിലിറ്റിയെ പറ്റിയുള്ള പഠനം ഉണ്ടാവുന്നില്ല. അപ്പൊ ഇതൊരു വലിയ ഫ്ലോ തന്നെയാണ്. അപ്പൊ പല ഭിന്നശേഷി സംഘടനകളും എല്ലാം NMCക്കും ഒക്കെ റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പെരിഫറിയിൽ ഇരിക്കുന്ന, അപ്പൊ നമ്മൾ ആ WHO ഇൻഫോഗ്രാഫിക്കിൽ പറഞ്ഞ കാര്യത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ വൈഷ്ണവി പറഞ്ഞത്. എന്തുകൊണ്ട് ആരോഗ്യ സംവിധാനങ്ങൾ പര്യാപ്തമാവുന്നില്ല? കാരണം അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പൊ ഓവറോൾ എല്ലാ തലത്തിലും ഇതിനെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണം ആവശ്യമാണ്. ചെറിയ രീതിയിലും ഒരു പരിധി വരെയും ഇതെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട്. കുറച്ചൊക്കെ ആശാ വർക്കർമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ NIPMRന്റെ നേതൃത്വത്തിൽ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ അംഗൻവാടി ടീച്ചർമാർക്കും ട്രെയിനിങ്ങുകൾ കൊടുത്തിരുന്നു. എങ്ങനെ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസബിലിറ്റി എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാമെന്നും അതിനെ എങ്ങോട്ട് റെഫർ ചെയ്യണം, അങ്ങനെയുള്ള പരിപാടികൾ, ഇടപെടലുകൾ നടത്തിയിരുന്നു. അപ്പോൾ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം പല അംഗൻവാടി ടീച്ചർമാരും കണ്ടുപിടിച്ച കുട്ടികൾക്ക് ഏർലി ഇന്റർവെൻഷനിലൂടെ പലർക്കും അതിനെ പരിമിതിയെ മറികടക്കാൻ കഴിഞ്ഞു. വളരെ കുറച്ചു പേർ മാത്രമാണ് സിവിയർ ഡിസബിലിറ്റി ഉള്ളവർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബോധവൽക്കരണ പ്രക്രിയകൾ നിരന്തരം നടക്കണം. ഇപ്പോൾ മറ്റ് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്, കില പോലെയുള്ള സ്ഥാപനങ്ങൾ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർ, ഇപ്പൊ ഒരു പഞ്ചായത്ത് മെമ്പർക്കോ ഒരു കൗൺസിലർക്കോ പ്രസിഡന്റിനോ ഒന്നും ഡിസബിലിറ്റിയെ പറ്റി ഒന്നും അറിയണമെന്നില്ല. പക്ഷെ അവർക്ക് അങ്ങനെയുള്ള തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും ഇനിയും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. PHC പോലെയുള്ള സംഘടന, ഇപ്പോൾ ഒരു സോഷ്യൽ വർക്കറുടെ ഒരു പോസ്റ്റ്, ഇങ്ങനെ ഒരു ഡിസബിലിറ്റി സോഷ്യൽ വർക്കറുടെ ഒരു പോസ്റ്റ് വളരെ നല്ലൊരു കാര്യമാണ്. ഇതെല്ലാം നമുക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന നമുക്ക് അങ്ങനെയുള്ള ഒരു അവസരങ്ങൾ കിട്ടുമ്പോൾ നമുക്കിതെല്ലാം പറയാം, അവരെ അവർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാം. ഒരു മാറ്റം കൂടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇതാണ്. ഇപ്പോഴെല്ലാം സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലാണ് നടക്കുന്നത്. ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കുറവാണ്. ഇപ്പൊ നാഷണൽ ഹെൽത്ത് മിഷനിലും ഇത് കംപ്ലീറ്റ്ലി ഇതെല്ലാം കൂടി ഒന്ന് ഇന്റഗ്രേറ്റ് ആയിട്ടില്ല. എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചിട്ടല്ല ഇപ്പൊ നടക്കുന്നത്. അപ്പോ ഹെൽത്ത് മിനിസ്ട്രിയിലും ഇതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി സഹായ ഉപകരണങ്ങളുടെ വിതരണം, പൾസ് പോളിയോ വാക്സിൻ, നമുക്ക് പോളിയോ എടുത്തു കളയാൻ തന്നെ സാധിച്ചു. TB പോലെയുള്ള മാരകാസുഖങ്ങൾ, കുഷ്ഠരോഗം, ലെപ്രസി, ഇതൊക്കെ നമുക്ക് മാറ്റാൻ സാധിച്ചത് ഹെൽത്ത് മിഷനുകളിൽ കൂടിയും അങ്ങനെയുള്ള സാധ്യതകളിൽ കൂടിയാണ്.
യൂണിവേഴ്സിറ്റി. അപ്പൊ അതുപോലെ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ട് ഈ ഭിന്നശേഷി ഉപകരണങ്ങളും സഹായ സാങ്കേതിക വിദ്യയും ഒക്കെ അതിൽ കൂടെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി അവയർനെസ് വരുമെന്ന് തോന്നുന്നു. അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ICMRന്റെ നേതൃത്വത്തിൽ, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിന്റെ നേതൃത്വത്തിൽ ഒരു നാഷണൽ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ അസിസ്റ്റീവ് പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഭാഗ്യവശാൽ എനിക്കും അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിസ്റ്റ് വരുമ്പോൾ പലപ്പോഴും പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ കൂടെയും ജില്ലാ തലത്തിലുള്ള ആശുപത്രികളിൽ കൂടെയും മെഡിക്കൽ കോളേജുകളിൽ കൂടെയും ഒക്കെ കൂടുതൽ സഹായ ഉപകരണങ്ങളുടെ വിതരണവും അതെല്ലാമാണ് പ്ലാനിലുള്ളത്. തീർച്ചയായിട്ടും വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഇതെല്ലാം വരും. എപ്പോൾ എന്നുള്ളത് സാധ്യം, പക്ഷെ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വരും എന്ന് വിശ്വസിക്കുന്നു. വൈഷ്ണവി മനസ്സിലാക്കിയ കാര്യങ്ങൾ വളരെ സത്യമാണ്. താങ്ക് യു മാം. ഇനി കൂടുതൽ ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ നമ്പർ ഉണ്ട്. നമ്പർ നോട്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. സ്ക്രീനിൽ നിഡാസ് ടീമിന്റെ കോണ്ടാക്ട് നമ്പറും ഇന്ന് സെഷൻ കൈകാര്യം ചെയ്ത സിന്ധുവിന്റെയും നമ്പർ ഉണ്ട്. നമ്പർ നോട്ട് ചെയ്ത് ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൂടി വന്നിട്ടുണ്ട്, ഒരു ചോദ്യാവലി. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ചോദ്യാവലി കൂടി എല്ലാ പാർട്ടിസിപ്പൻസും പൂരിപ്പിക്കേണ്ടതാണ്. ഇന്നത്തെ നിഡാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ സെഷൻ കൈകാര്യം ചെയ്ത ഡോക്ടർ സിന്ധുവിന് നിഡാസ് ടീം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഡോക്ടർ സിന്ധു. ഇന്നത്തെ ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. അടുത്ത നിഡാസ് വരും ദിവസങ്ങളിൽ ഉണ്ടാവും. നിർത്തുന്നു. താങ്ക് യു.